السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഫിഖ്ഹ് പഠന പരമ്പരയിൽ കിതാബുസ് സ്വലാ, നിസ്കാരം എന്ന വിഷയത്തിൽ 10ാമത്തെ ഉപാധ്യായമായി 6ാമത്തെ ഷർത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നിസ്കരിക്കുന്ന സ്ഥലം നജസിൽ നിന്ന് ശുദ്ധിയാകണം എന്ന ഫസ്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ചയ്ക്ക് വന്നത്. അതിൽ 1509 വരെയുള്ള മസ്അലകൾ നമ്മൾ എടുത്തു. അവസാനമായി പറഞ്ഞത് ഒട്ടകത്തിൻ്റെ ആലയിൽ നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. ഇനി 1510ാമത്തെ മസ്അല, 164ാമത്തെ പേജാണ് കിതാബിൽ, 2ാമത്തെ വാള്യം, 1510ാമത്തെ മസ്അല. തജൂസു സ്വലാത്തു ഫി മവാദിഇൽ ബഖരി വ മറാഹിഹ വഹാദാ ഖൗലുൽ ജംഹൂർ. പശുവിൻ്റെ ഇത്തരം മേച്ചിൽപ്പുറങ്ങളോ അതിൻ്റെ ആലകളോ തൊഴുത്തുകളോ അതിലൊക്കെ നിസ്കരിക്കൽ ജായിസാണ്. ലിഅദമി സുബൂത്തിൻ നഹി അനി സ്വലാത്തി ഫീഹി. കാരണം അതിൽ പാടില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ഒട്ടകം പ്രത്യേകം പറഞ്ഞു, ആട് പറ്റുമെന്നും ആ ഹദീസ് തന്നെ വന്നു. പശുവിനെ പ്രത്യേകിച്ചൊന്നും വിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് പൊതുവായി ഭൂമിയെല്ലാം നിസ്കരിക്കാൻ പറ്റിയതാണ് എന്ന അസ്ലു പ്രകാരം ഈ ഇന്നതൊക്കെ പാടില്ല എന്ന് പറഞ്ഞാൽ അത് പാടില്ല എന്ന് മനസ്സിലാക്കാന്നല്ലാതെ പാടില്ല എന്ന് പറയാത്തതൊക്കെ പാടുണ്ട് എന്നാണ് വരിക. ആ തത്വപ്രകാരമാണിത് വരുന്നത്. അതായത് മാംസം ഭക്ഷിക്കപ്പെടുന്ന ജീവികളുടെ കാട്ടവും മൂത്രമൊക്കെ നേഴ്സാണോ അല്ലേ, ഒരു അഭിപ്രായ വിഷയമാണ്. പൊതുവേ നേഴ്സല്ല എന്ന രൂപത്തിലാണ് പ്രബലമായ അഭിപ്രായമുള്ളത്. ഷാഫിഈ മദ്ഹബിൽ 2 അഭിപ്രായമുണ്ട്. അതിൽ ഒരഭിപ്രായം മാത്രമാണ് ഇതും നേഴ്സാണ് എന്നുള്ളത്. ലിഅദമി സുബൂത്തിൻ നഹി അനി സ്വലാത്തി ഫീഹി. കാരണം അവിടെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ദലീലൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. അതാണ് നമുക്കതിന് പറയാനുള്ളത്. ഇനി 1511 തസിഹു സ്വലാത്ത് ഫി മറാബിലിൽ ഗനമി. ആടിൻ്റെ ആലകൾ, അതിൻ്റെ തൊഴുത്തിലെ കൂട്, അതിൽ നിസ്കാരം സഹിയാകും. വഹാദാ മുജ്മഉൻ അലൈഹി ഫിൽ ജുംല. മൊത്തത്തിൽ അത് ഇജ്മാഉള്ള കാര്യമാണ്. ഹദീസ് ഇബ്നു മുഗഫൽ അസ്സാബിഖ്, നേരത്തെ പറഞ്ഞ ഇബ്നു മുഗഫലിൻ്റെ ഹദീസ്, ഒട്ടകത്തിന് ആല പാടില്ല എന്ന ഹദീസിൽ തന്നെ വന്നു. ആടിൻ്റേത് പറ്റും എന്ന് പ്രത്യേകമായി ഇതിൽ പറയുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിലും പറ്റും. ഇന്ന സ്ഥലത്ത് പറ്റുമെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ജുഅലത്തിൽ അർളു കുല്ലുഹാ മസ്ജിദൻ വതഹൂറ എന്ന് പറഞ്ഞല്ലോ, ഭൂമി മുഴുവൻ സുജൂദ് ചെയ്യാൻ പറ്റിയതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി ഇന്ന സ്ഥലത്ത് പറ്റുന്ന വേറെ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഇന്ന സ്ഥലത്ത് പറ്റൂലെങ്കിൽ അത് പ്രത്യേകം പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അതും പറ്റുമെന്നാണ് പൊതുവെ ഇജ്മാ ഉള്ള കാര്യമാണ്. അതാ മുജ്മഉൻ അലൈഹി ഫിൽ ജുംല. മൊത്തത്തിൽ അതിൽ ഇജ്മാ ഉണ്ട്. എന്നാൽ ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അതിലും പറ്റില്ല എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. മാത്രമല്ല ഇമാം ഷാഫി റഹിമഹുല്ലാ അതിൽ ചില നിബന്ധന വെച്ച് കാണാൻ പറ്റും. അവിടെ മൂത്രമോ കാട്ടമോ ഒന്നും ഇല്ലെങ്കിലേ പറ്റുള്ളൂ, ഉണ്ടെങ്കിൽ പറ്റൂല. കാരണം മൂത്രം കാട്ടും നേഴ്സാണ് എന്ന ആ അഭിപ്രായ പ്രകാരം നേഴ്സുള്ള സ്ഥലത്ത് പറ്റൂല. അപ്പം അതുകൊണ്ട് ഷാഫി മദ്ഹബിൽ അങ്ങനെ ഒരു ചില അഭിപ്രായങ്ങൾ, ഈ ആടിൻ്റെ മറാബിദുൽ ഗനം, ആടിൻ്റെ തൊഴുത്തുകളാണെങ്കിൽ അവിടെ മൂത്രവും കാട്ടവും ഇല്ലെങ്കിലേ, ചാണകവും അതേപോലെ മൂത്രവും ഇല്ലെങ്കിൽ മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു അഭിപ്രായം കൂടി ഉണ്ട്. അത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ്. എന്നാൽ ഇബ്നു മുൻദിർ റഹിമഹുല്ലാ, അതേപോലെ നവവി ഇമാം റഹിമഹുല്ലാ, ഇവരൊക്കെ പറ്റുമെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് പോലും രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അല്ലാഹു അഅലം. ഇനി മറ്റൊരു വിഷയം 1512 തസിഹു സ്വലാത്തു ഫി ഖാരിഅത്തി ത്വരീഖ്
വഹിയ വസ്തുഹു, വഴി മധ്യത്തിൽ നിസ്കരിക്കൽ. റോഡുകൾ സംഗമിക്കുന്ന സ്ഥലങ്ങൾ, അത് പിന്നെ വഴിയുടെ മധ്യത്തിൽ അവിടെയൊക്കെ പറ്റും, നിസ്കാരം സ്വഹിയാവും. ഒഫീ ളുഹ്രിൽ കഅബ, കഅബയുടെ മേലെ, അതിന് പിന്നെ എന്താ പറയുക, റൂഫിന് മേലെ കയറി നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം സ്വഹിയാവോ ചോദിച്ചാൽ നിസ്കാരം സ്വഹിയാണ്. വൽ മസ്ബല വൽ മജ്സറ, അതേപോലെ അറവുശാലകൾ, വേസ്റ്റ് കൂട്ടുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെ നിസ്കരിക്കാൻ പറ്റും. വഹാദാ ഖൗലു ജുംഹൂരി അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാർ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അതാണ്. ലിദുഅഫിൽ ഹദീസിൽ വാരിദി ഫിന്നഹി അനിസ് സ്വലാത്തി ഫീഹാ, അവിടെയൊക്കെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. ആ ഹദീസ് സ്വഹീഹല്ല, ദഈഫാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അപ്പോൾ ആ അഭിപ്രായ പ്രകാരം പിന്നെ വിലക്കാൻ തെളിവില്ല. പാടില്ല എന്ന് പറഞ്ഞ ഹദീസുണ്ട്, പക്ഷെ ആ ഹദീസ് സ്വഹീഹല്ല എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത്. ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർക്ക് ഹദീസ് സ്വീകാര്യോഗ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു എന്ന് കാണാം, 7 സ്ഥലത്ത് നിസ്കരിക്കാൻ പാടില്ല, 7 സ്ഥലത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ചു. അതിൽ കഅബയുടെ മുകളിൽ, ഖബർസ്ഥാനിൽ, അതേപോലെ വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്ന സ്ഥലങ്ങളിൽ, അറവുശാലകളിൽ, കുളിപ്പുരകളിൽ, ഒട്ടകത്തിൻ്റെ ആലകളിൽ, വഴിയുടെ മധ്യഭാഗങ്ങളിൽ എന്ന് 7 സ്ഥലത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് ഒരു ഹദീസുണ്ട്. പക്ഷേ ഹദീസ് പൊതുവെ ദഈഫാണ് എന്നാണ് ഏതാണ്ട് പണ്ഡിതന്മാരൊക്കെ അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇമാം ജുവൈനിയെ പോലുള്ള ചില പണ്ഡിതന്മാരൊക്കെ ഹദീസ് സ്വഹീഹാണ് എന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായമല്ല ശരി, സ്വഹീഹല്ല എന്ന അഭിപ്രായമാണ് കൂടുതൽ ശരി എന്നതാണ് ഭൂരിപക്ഷവും സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അപ്പോൾ ആ ഹദീസ് ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട സ്ഥലത്തൊന്നും പറ്റില്ല എന്ന് വരും. ആ ഹദീസ് ദഈഫാണ് വരുന്നതോടുകൂടിയോ പിന്നെ അതില്ലാത്ത പോലെയാണ്. അപ്പോൾ പിന്നെ ആ സ്ഥലത്തൊക്കെ നിസ്കരിക്കാൻ പറ്റും എന്നാണ് മനസ്സിലാവുക. എന്നാൽ അതിൽ മക്കബറ വന്നു, ഹമാമ് വന്നു, അത് വാർത്ത ഹദീസ് വന്നു. ഇതല്ലാത്ത ഹദീസിൽ തന്നെ അത് പാടില്ല എന്ന് സ്ഥിരപ്പെട്ടു വന്നു, അതുകൊണ്ട് അതൊന്നും പാടില്ല. അപ്പോൾ ഈ ഹദീസിലാണ് 7ാമതായി പറഞ്ഞത് ഖാരിഅത്തു ത്വരീഖ്, മഹജ്ജത്തു ത്വരീഖ് എന്ന് പറഞ്ഞത്. വഴിയുടെ ഈ പിന്നെ സംഗമസ്ഥാനങ്ങൾ, വഴി സംഗമിക്കുന്ന പിന്നെ എന്താ പറയുക ജംഗ്ഷനുകൾ, അവിടെയൊക്കെ നിസ്കരിക്കാൻ പാടില്ല എന്ന് ഈ ഹദീസിലാണ് പറഞ്ഞത്. ആ ഹദീസ് ദഈഫായതോടുകൂടി പിന്നെ അവിടെ വിലക്കില്ല എന്ന് വരും. അതേപോലെ തസീഹു സ്വലാത്തു ഫി അസ്തുഹിൽ മസ്ബല വൽ മജ്സറ വൽ ഹുസ്സി വൽ ഹമാമിൽ ഖദീമി വൽ ഹദീസ്, അതേപോലെ ഈ വേസ്റ്റ് കൊണ്ടുപോയി കൂട്ടുന്ന സ്ഥലങ്ങളുടെ മുകൾ ഭാഗം, അതിൻ്റെ മച്ചിൻ പുറത്ത്, അതേപോലെ അറവുശാലകളുടെ മീതെ, ബാത്റൂമിൻ്റെ മീതെ, കക്കൂസിൻ്റെയൊക്കെ മേലെ, ഡ്രസ്സിൻ്റെ മേലെ നിസ്കരിക്കാൻ പറ്റും വെച്ചാൽ പറ്റും, വിരോധമൊന്നുമില്ല. അതേപോലെ ഹമാം, ഖദീമും ഹദീസും, ആധുനികവും അതേപോലെ പഴയ കാലത്ത് പറഞ്ഞ പൊതുവായ കുളിപ്പുരകൾ, അതിൻ്റെ റൂഫിന് മേലെ നിസ്കരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊക്കെ പറ്റുമെന്നാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. കാരണം അതൊന്നും പാടില്ല എന്ന് പറയാൻ തെളിവില്ല. അതിനൊന്നും വിരോധം വന്നിട്ടില്ല, അതാണ് പറ്റുമെന്ന് പറയാൻ നമുക്കുള്ള ന്യായം. വലിഹാദ, അതിനാൽ فإنه تصح الصلاة في أسطح البيارات التي هي مكان اجتماع الفضلات النجسة التي تخرج من أماكن قضاء الحاجة. ബാത്റൂമിലൊക്കെ പോകുന്ന വേസ്റ്റ് വാട്ടറുകൾ, അത് സ്റ്റോർ ചെയ്യുന്ന സെപ്റ്റിക് ടാങ്കുകൾ, അതിൻ്റെയൊക്കെ മേലെ ആ സ്ലാബിന് മേലെ നിസ്കരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. അവിടെ നെഹസില്ല, നെഹസ് അതിന് താഴ്ഭാഗത്താണ്. അപ്പോൾ അതിൻ്റെ ആ ടാങ്കിന് മുകളിൽ, അതിൻ്റെ ആ കോൺക്രീറ്റ് സ്ലാബിന് മുകളിൽ നിസ്കരിക്കാൻ പറ്റുമോ? സ്വഹിയാകും. ഇത് പ്രകാരം ലിദുഖൂലിഹാ ഫി ഉമൂമി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞ പൊതുവായ ഹദീസ്, ജുഇഅത് ലിയൽ അർളു കുല്ലുഹാ മസ്ജിദൻ വതുഹൂറാ, എനിക്ക് ഭൂമി മുഴുവൻ മസ്ജിദാണ്, ഭൂമി മുഴുവൻ തുഹൂറുമാണ് എന്ന് പറഞ്ഞ ഹദീസിൻ്റെ വ്യാപകാർത്ഥത്തിൽ ഇതെല്ലാം ഉൾപ്പെടുന്നു. ജുഇഅത് ലിയൽ അർളു കുല്ലുഹാ എന്നാണല്ലോ, അപ്പം എല്ലാം വിട്ടു. ഇനി പാടില്ലെങ്കിൽ അതാണ് പ്രത്യേകം പറയേണ്ടത്. വല്ലാഹു അഅലം. ഇനി മറ്റൊരു മസ്അല, ഈ ക്ഷേത്രങ്ങൾ, ചർച്ചുകൾ, അതുപോലുള്ള മറ്റു ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾ, അതിനുള്ളിൽ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ലേ. തസിഹു സ്വലാത്തു ദാഖില മഅബദിൻ മിൻ മആബിദിൽ കുഫാർ, കുഫാറുകളുടെ അവിശ്വാസികളുടെ ആരാധനാലയങ്ങൾക്ക് ഉള്ളിൽ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹിയാവും. കൽ കനീസത്തി വൽ ബീഅത്തി, ചർച്ചുകൾ പോലെ മഠങ്ങൾ പോലെയൊക്കെ. ഇദാ ലം യകുൻ ഫിഹ അസ്നാമുൻ വലാ തസ്വാവീർ, അവിടെ വിഗ്രഹങ്ങളോ അതേപോലെ ചിത്രപ്പണികളോ ഒന്നുമില്ലെങ്കിൽ, അതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ചിലർ പറഞ്ഞു നിരുപാധികം പറ്റും, ഇതൊക്കെ ഉണ്ടെങ്കിലും പറ്റും, കാരണം അതവിടെ നീക്കാൻ കഴിയില്ല, അതവിടെ സ്ഥായിയായി സ്ഥാപിക്കപ്പെട്ട കാര്യമാണ്, അത് നീക്കാൻ കഴിയില്ല, അതുകൊണ്ട് അത് ഉണ്ടായിരിക്കെ തന്നെ നിസ്കരിച്ചാൽ
നിസ്കാരം സ്വഹിയാകും. പക്ഷെ നിസ്കരിക്കുന്നതിന് തെറ്റുണ്ടോ അല്ലെങ്കിൽ കറാഹത്തുണ്ടോ എന്നൊക്കെ ചർച്ച ഉണ്ടെങ്കിലും നിസ്കാരം സ്വഹിയാകും. ചിലർ പറഞ്ഞു അല്ല, ഈ പറഞ്ഞ പോലെ പ്രതിമകളൊന്നുമില്ല, ആ നിലയ്ക്കുള്ള ചിത്രപ്പണികളോ രൂപങ്ങളോ കുത്തി വരച്ചുണ്ടാക്കിയൊന്നുമില്ല എങ്കിൽ അവിടെ നിസ്കരിക്കാം. ചിലർ പറഞ്ഞു ഒരിക്കലും പറ്റൂല, ഇത് എങ്ങനെയായാലും ശരി അവിടെ നിസ്കാരം പാടില്ല. 3 അഭിപ്രായങ്ങൾ പ്രധാനമായും ആ വിഷയത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ വിഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിൽ വക്കാനത്ത് ത്വാഹിറത്തൻ, അവിടെ ത്വഹൂറുമാണെങ്കിൽ, ത്വഹൂറുമാണ് വിഗ്രഹങ്ങളുമില്ല എങ്കിൽ വഹാദ മുജ്മഅ, അങ്ങനെ ആണെങ്കിൽ ഇജ്മാഉണ്ട്. ഏത് വിഗ്രഹങ്ങളില്ല, രൂപങ്ങളില്ല, അവിടെ മ്ലേച്ഛമായ ഒന്നുമില്ല, നജസ്സുകളില്ല, ഒന്നുമില്ലെങ്കിൽ പിന്നെ അവിടെ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹിയാകും എന്ന കാര്യത്തിൽ ഇജ്മാഉണ്ട്. എന്നാൽ വിഗ്രഹം ഉണ്ടെങ്കിൽ പറ്റുമോ, അവിടെ ഇജ്മാ ഇല്ല. മ്ലേച്ഛമാണി പറ്റുമോ, അവിടെ ഇജ്മാ ഇല്ല. അതൊക്കെ തർക്കമുള്ള വിഷയങ്ങൾ. ലിഅന്നഹു ലാ ദലീല അലൽ മൻഇ മിൻ ദാലിക, കാരണം അവിടെ പാടില്ല എന്ന് പറയാൻ തെളിവില്ല. വലിമാ സബത അൻ അസ്ലം അന്ന ഉമർ ഹീന ഖദിമ ശാം, മാത്രമല്ല ഒരു ഹദീസ് അസ്ലം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്ന ഉമറ ഹീന ഖദിമ ശാമ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കെ അദ്ദേഹം സിറിയയിലേക്ക് സന്ദർശിക്കാനായി വന്നു. ഷാമിലേക്ക് ഒരു വിസിറ്റ്, ഖലീഫയുടെ ഒരു ഔദ്യോഗിക സന്ദർശനം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ ഉമർ ഖത്താബിന് ഭക്ഷണം ഉണ്ടാക്കി. മുസ്ലിമുകൾ ഖലീഫ വന്നപ്പോൾ ആ ഖലീഫക്ക് ആ നാട്ടിൽ നിന്ന് ക്രിസ്ത്യാനികൾ നാടാണ്, സിറിയ ക്രിസ്ത്യാനികൾ നാടാണ്. ഉമർ ഖത്താബിൻ്റെ കാലത്ത് പിന്നെ ഫത്തഹ ഇസ്ലാമിക രാജ്യമായി മാറി. അന്നും അവിടെ ക്രിസ്ത്യാനികൾ ധാരാളമായി ആ നാട്ടിൽ താമസിക്കുന്നുണ്ട്. പക്ഷെ അവിടെ മുസ്ലിമീങ്ങൾ ഔദ്യോഗികമായ നാടായി അത് മാറി. അപ്പോൾ അവിടേക്ക് ഇസ്ലാമിക ഖലീഫ സന്ദർശിക്കാൻ വന്നപ്പോൾ ക്രിസ്ത്യാനികളായ ആളുകൾ അദ്ദേഹത്തെ സൽക്കരിക്കാൻ താല്പര്യം കാണിച്ചു. ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഖലീഫ കൊടുക്കാം. അങ്ങനെ വഖാല ലി ഉമർ, ഈ ക്രിസ്ത്യാനിയായ മനുഷ്യൻ ഉമർ ഖത്താബിനോട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ തജീഅനി വതുക്രിമനി അൻത വസ്ഹാബുക, നിങ്ങളും നിങ്ങളുടെ അനുയായികളുമൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് എനിക്കൊരു അംഗീകാരം അതുവഴി കിട്ടും, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അയാൾ അവിടെ നസ്വാറാക്കളിൽപ്പെട്ട, അതിലെ പ്രഗത്ഭന്മാരിൽപ്പെട്ട ഒരു സാധാരണക്കാരല്ല, നസ്വാറാക്കൾ നേതാക്കന്മാരിൽപ്പെട്ട ഒരു നേതാവാണ്. അപ്പം നിങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മളൊക്കെ സ്വീകരിച്ച് സൽക്കരിച്ചൊന്നും കൊണ്ടുപോയി ഒരു ഭക്ഷണമൊക്കെ തന്നാൽ അതൊരു അംഗീകാരമാണല്ലോ, അത് എനിക്ക് ആഗ്രഹമുണ്ട്. ഫഖാല ഉമർ, അപ്പോൾ ഉമർ പറഞ്ഞു, ഇന്നാലാ നദ്ഖുലു കനാഇസകും, നിങ്ങളുടെ ചർച്ചുകളിൽ ഞങ്ങൾ പ്രവേശിക്കുകയില്ല. മിൻ അജ്ലി സുവരില്ലത്തി ഫീഹാ യഅനി അത്തമാസീൽ, അതിലുള്ള ഈ ചിത്രപ്പണികൾ, രൂപങ്ങൾ, പ്രതിമകൾ, അത് കാരണം ഞങ്ങളതിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്കാവും ക്ഷണിച്ചിട്ടുണ്ടാവുക. അദ്ദേഹം ക്ഷണിച്ചത് വീട്ടിലേക്കാവില്ല, ചർച്ചിലേക്കായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും പൊതു സ്ഥലത്തേക്ക്. അപ്പോൾ അദ്ദേഹം ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ ഈ കനീസയിലേക്ക് ഞങ്ങളില്ല, കാരണം അവിടെ ഇത്തരം പ്രതിമകളെല്ലാം ഉണ്ടാക്കി വെച്ചതാണല്ലോ എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു. അപ്പം ഇതും അതിനൊരു ഉപയോഗമായ തെളിവായി കാണുന്നു. കാരണം ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ പോലും ഇതുണ്ടെങ്കിൽ വരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിസ്കരിക്കാതിരുന്നാലും പറ്റുകയില്ലല്ലോ എന്നാണ് അതിൽ നിന്ന് അവർ തെളിവായി കാണുന്നത്. മാത്രമല്ല കാരണമായി പറഞ്ഞതോ മിൻ അജ്ലി തമാസീൽ എന്നാണ്. അപ്പം തമാസീൽ ഇല്ലെങ്കിൽ പിന്നെ ആ പ്രശ്നമില്ല എന്ന് അതിന് മനസ്സിലാക്കാനും പറ്റും എന്നാണ് തെളിവാക്കിയത് പറഞ്ഞത്. അമ്മ ഇദാ കാന ഫിഹാ അസ്നാമുൻ ഔ സുവർ, എന്നാൽ അവിടെ പ്രതിമകളുണ്ട്, രൂപങ്ങളുണ്ട് എങ്കിൽ ഫലാ തജൂസു സ്വലാത്തു ഫീഹാ, അതിൽ നിസ്കാരം ജായിസ് ആവുകയില്ല. ലിഅസരി ഉമർ അസ്സാബിഖ്, ഉമർ ഖത്താബിന്റെ ഈ ഒരു റിപ്പോർട്ട് അസർ, അതാണ് തെളിവ്. വലിഅന്ന ഫീ ദാലിക നൗഉ തഅ്ലീമിൻ ലഹാ വഇഖ്റാറൻ ലഹും ഫീ വദ്ഇഹാ, മാത്രമല്ല അതൊക്കെ ഉണ്ടായിരിക്കെ അവിടെ പോയി നിസ്കരിക്കാൻ തയ്യാറായാൽ അത് അവരെ അംഗീകാരം നൽകലും അതിനെ ബഹുമാനിക്കലും കൂടി അതിലുണ്ടല്ലോ. അതൊന്നും പ്രശ്നമില്ല, നമുക്കതിനും കുഴപ്പമില്ല എന്നൊരു അംഗീകാരം കൊടുക്കൽ അതിലൂടെ വന്നു ചേരും, അതുണ്ടാകാവതല്ല. ലാ യജൂസു ദുഖൂലു മആബിദിൽ കുഫാർ വല സ്വലാത്തു ഫീഹാ തബറുകം ബിഹാ വഇതിഖാദൻ ലിഫദ്ലിഹാ, എന്നാൽ ഇത്തരം ആരാധനാലയങ്ങൾ അതിൽ പ്രവേശിക്കലോ നിസ്കരിക്കലോ ജായിസല്ല. എങ്ങനെ? തബറുകം ബിഹാ, അതിൽ നിന്നൊരു ബർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ. അതും ഇപ്പോൾ ആരാധനയിലെ വലിയ ശറഫാക്കപ്പെട്ട സ്ഥലമല്ലേ, മഹത്വമുള്ള സ്ഥലമല്ലേ, അവിടെ പോയി നിസ്കരിക്കപ്പോൾ അതൊരു വലിയ ബർക്കത്തിന് കാരണമാകും എന്നാണെങ്കിൽ, അതിനെ ബഹുമാനിച്ചും ആദരിച്ചും കൊണ്ടാണെങ്കിലോ, ഏതായിരുന്നാലും
പറ്റുകയില്ല. വഇഅ്തിഖാദൻ ലിഫദ്ലിഹാ, അതിലെ ഫദ്ല് വിശ്വസിച്ചുകൊണ്ടുമാണെങ്കിൽ. വഇഅ്തിഖാദു അന്ന ദാലിക ഖുർബത്തുലില്ലാഹി തആല, അത് അല്ലാഹുവിലേക്കുള്ള ഒരു സാമീപ്യം നേടാൻ പറ്റിയ കാര്യമാണ് എന്ന വിശ്വാസത്തിനും പറ്റുകയില്ല. അത് പറ്റില്ല എന്ന് മാത്രമല്ല, വഹുവ കുഫ്റുൻ, അത് കുഫറാകുന്നു. മുഖ്രിജും മിനൽ മില്ല, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കുഫറാകുന്നു. അത്തരം ആരാധനത്തിൽ പോയിട്ട് അതിനെ ബഹുമാനിക്കാതിരിക്കുക, അതിനെ പ്രശംസിക്കുക, അത് വലിയ കാര്യമായി എടുത്തു പറയുക, അത് പറ്റില്ല. അതോടുകൂടി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ്. കാരണം അതവരുടെ ബാത്തിലായ മതത്തിന് ശരിവെക്കലാണത്. ആ ദീന് ശരിയല്ലല്ലോ. ബഹുദൈവാരാധന ഇസ്ലാമിക വീക്ഷണത്തിൽ ശരിയല്ല. അപ്പോൾ അത് ശരിയാണ് എന്ന് ഒരാൾ പ്രഖ്യാപിച്ചാലോ, അതുകൊണ്ട് പിന്നെ അയാൾക്ക് ഇസ്ലാമിലെ അസ്ലി ഏകദൈവാരാധനയാണ്. ഞാൻ ബഹുദൈവാരാധന ശരിയാണ് എന്ന് മുസ്ലിം പ്രഖ്യാപിച്ചാൽ പിന്നെ അയാളെങ്ങനെ മുസ്ലിമാകാം? അപ്പം അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വൻ പാപമായി കുഫറായിട്ടത് ഗണിക്കപ്പെടും. ഇനി മറ്റൊരു മസലയ്ക്കാണ് പോണത്. ഇത്തരം ആരാധനാലയങ്ങൾ അത് പിന്നീട് പള്ളിയാക്കി മാറ്റാൻ സാഹചര്യമുണ്ടായി. എല്ലാ കാലത്തും അതുണ്ടായിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ കാലത്ത് ശേഷം പല കാര്യം ഈ കാലത്ത് വ്യാപകമായിട്ടുമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പലപ്പോഴും ചില സഭകളൊന്നാകെ ഇസ്ലാം സ്വീകരിച്ചു വരും. അപ്പോൾ അവിടെ ഒരു ആരാധന ഉണ്ടാവും. ആ ആരാധനകൾക്ക് ഒരു പള്ളിയാക്കി മാറ്റാൻ ചിലപ്പോൾ അവർ തന്നെ സ്വയം തീരുമാനമെടുക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ പറ്റുമോ? കാരണം ഒരു കാലത്ത് ബിംബാരാധന നടന്ന സ്ഥലമാണല്ലോ. ആ സ്ഥലം പിന്നീട് പള്ളിയാക്കി അതിനെ കൺവേർട്ട് ചെയ്യാം, അതിന് വല്ല കുഴപ്പവുമുണ്ടോ എന്നാണ്. അൽ ഔല തഹ്വീലു മഅബദിൽ കുഫാർ ഇലാ മസ്ജിദിൻ, അത്തരം അവിശ്വാസികളുടെ ആരാധനാലയങ്ങൾ പള്ളിയാക്കി മാറ്റുക എന്ന് നല്ല കാര്യമാണ്. അവിടുത്തെ എല്ലാവരും മുസ്ലിമായി. പിന്നെ ആ ഓരോ ചർച്ച മാത്രം അവിടെ നിൽക്കില്ലല്ലോ. അവിടുത്തെ എല്ലാ ക്രിസ്ത്യാനും ഇസ്ലാം സ്വീകരിച്ചു വന്നാൽ ഓരോ ചർച്ചും സ്വാഭാവികമായിട്ടും പിന്നെ എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ ചർച്ചകൾ വിൽപ്പനയ്ക്ക് കാണാം. ഇപ്പോൾ സൗദി അറേബ്യയിലെ ലിജനദായ്മയോട് ഒരു ഫത്വ ചോദിക്കുന്നുണ്ട് അമേരിക്കയിൽ നിന്ന്. ഞങ്ങൾ ഇവിടെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം അന്വേഷിക്കുകയാണ്, അതിൻ്റെ ശ്രമത്തിലാണ്. അപ്പോഴാണ് ഇവിടെ ക്രിസ്തീയ ചർച്ച വിൽപ്പനയ്ക്കുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതാകുമ്പോൾ ചെറിയ പൈസ കൊടുത്താൽ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതങ്ങനെ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് പള്ളിയാക്കി മാറ്റാൻ പറ്റുമോ എന്ന ചോദ്യം സൗദി അറേബ്യയുടെ പള്ളിയുടെ സഭയ്ക്ക് വന്നതൊക്കെ ലിജനദായ്മയുടെ ഫത്വയിൽ നമുക്ക് കാണാൻ പറ്റും. അത് പറ്റുന്നതാണ് ഒരു കൊടുത്ത ഫത്വ. അപ്പോൾ അത് കുഴപ്പമില്ല. അത് ഒരു വിൽക്കാൻ വെച്ചു, പൈസ കൊടുത്ത് വാങ്ങി, സ്വാഭാവികമായി നമ്മളുതായി മാറി. നമുക്കത് പള്ളിയാക്കി മാറ്റാം. അന്യായമായി പിടിച്ചെടുത്തിട്ട് പള്ളിയാക്കി മാറ്റാൻ പറ്റുമോ വെച്ചാൽ അത് പറ്റൂല. ഫൈദാ ജാസ ലിൽ മുസ്ലിമീൻ അത്തസറുഫ് ഫീ മഅബദിൻ ലിൽ കുഫാരി ലിശിറാഇഹിം ലഹു ഔ ലിഗൈരി ദാലിക, മുസ്ലിമീങ്ങൾക്ക് അവിശ്വാസികളുടെ ആരാധനകൾ വാങ്ങിയോ മറ്റോ അത് കൈകാര്യം ചെയ്യാൻ അനുവദനീയമാണെങ്കിൽ ഇസ്തഹബ്ബ ലഹും ഹദ്മു ബിനാഇഹി, അപ്പോൾ അത് പൊളിച്ച് അത് മറ്റു രൂപത്തേക്ക് മാറ്റലോ നല്ല കാര്യമാണ്. ഒരു വിൽക്കാൻ വെച്ചു, നമുക്ക് വാങ്ങാൻ പറ്റുമോ? വാങ്ങാൻ പറ്റും. ഒരു ഫ്രീ ആയി കൊടുക്കാൻ തീരുമാനിച്ചു, നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കാൻ പറ്റും. അങ്ങനെ ഒരാൾക്ക് സ്വീകരിക്കൽ ജായിസ് ആണെങ്കിൽ ആ സ്വീകരിച്ചതിനെ ഇനി പള്ളിയാക്കി മാറ്റാൻ പറ്റുമോ? നല്ല കാര്യമാണ്, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അത് ഉള്ളത് പൊളിക്കുകയും സുമ്മ ബിനാഉഹു മസ്ജിദ, പിന്നീട് അതിനെ പള്ളിയാക്കി മാറ്റുകയും ചെയ്യാം, നല്ല കാര്യമാണ്. ലിമാ സബത അൻ തുൽഖ് ബിൻ അലിയിൻ ഖാൽ, ഒരു സംഭവം തെളിവായി പറയുന്നു. തുൽഖ് ബിൻ അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആദ്യകാലത്ത് ക്രിസ്ത്യാനിയായിരുന്നു. പിന്നെ അവർ ക്രിസ്ത്യാനികൾ ഒന്നിച്ച് അവിടുന്ന് ടീം ഒന്നാകെ നബിയെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ നബിയെ വന്ന് കണ്ടു, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി. അങ്ങനെ അവസാനം അവരൊന്നിച്ച് ഇസ്ലാം സ്വീകരിച്ചു. അതാണ് തുൽഖ് ബിൻ അലി ഖാല ഖറജനാ വഫ്ദൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ സംഘമായിക്കൊണ്ട് നബിയെ കാണാനായി ചെന്നു. ഒരിക്കൽ ക്രിസ്ത്യാനികളാണ്, ക്രിസ്തീയ സംഘം ഒന്നിച്ച് നബിയെ കാണാൻ വന്നു. ഫബായഅനാഹു വസല്ലൈനാ മഅഹു, അങ്ങനെ ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു, നബിയുമായി ബൈഅത്ത് ചെയ്തു, നബിയുടെ കൂടെ ഞങ്ങൾ നിസ്കരിക്കുകയും ചെയ്തു. നബിയെ വന്ന് കണ്ട് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ച് നബിയുമായി കരാർ ഏർപ്പെട്ടു. അങ്ങനെ അവർ നബിയുടെ കൂടെ നിസ്കരിക്കുകയും ചെയ്തു. വഅഖ്ബർനാഹു, ഞങ്ങൾ നബിയോട് പറഞ്ഞു, അന്ന ബി അർളിനാ ബിഅതൻ ലനാ, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്കൊരു മഠമുണ്ട്. അതായത് ഇവർ ഈ വന്ന ആളുകൾ, അപ്പോൾ ആ ഗോത്രത്തിൻ്റെ ഒരു ചെറിയ ഒരു പള്ളി, അപ്പോൾ ആ ഗോത്രം ഒന്നാകെ ഇസ്ലാമിക്ക് വന്നല്ലോ, ഒരു ഒന്നിച്ച് സംഘമായി വന്നു, ആ സംഘം ഒന്നിച്ച് ഇസ്ലാം സ്വീകരിച്ചു. അവർ നാട്ടിൽ ചെന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഒരു മഠം, ഒരു പുരോഹിത മഠം ഞങ്ങൾക്കുണ്ട്. വസ്തൗഹബ്നാഹു മിൻ ഫദ്ലി തുഹൂരിഹി, അഥവാ ഞങ്ങൾക്കൊരു പുരോഹിത മഠമുണ്ട്, അപ്പോൾ അത് ഞങ്ങൾ ഏതായാലും ഞങ്ങളതും മാറ്റാം, വിളക്കമാരല്ലോ.
ഒന്നിച്ച് ആ കുടുംബം ഒന്നിച്ച് മാറി, ടീം ഒന്നിച്ച് മാറി. ഒരു കുടുംബ പള്ളി ഒക്കെ ആയിട്ടായിരിക്കാം, ഞങ്ങൾക്ക് അവിടെ ഞങ്ങളൊരു പുരോഹിത മഠമുണ്ട്. അപ്പോൾ അതും കൂടെ ഞങ്ങൾ നാട്ടിൽ എത്തിയാൽ ഇനിയിപ്പോൾ അതങ്ങനെ അവിടെ നിർത്തുന്ന അർത്ഥമില്ല. അപ്പം ഞങ്ങളത് പള്ളിയാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം. അപ്പം നബിയെ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഉളൂ ചെയ്ത വെള്ളത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം ഞങ്ങൾക്ക് നൽകണം. നബീൻ്റെ ഉളൂവിൻ്റെ വെള്ളം ബർക്കത്തുള്ള വെള്ളമാണ്, ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. നബി ഞങ്ങളെ ഉളൂവിൻ്റെ ബാക്കി അത് ബർക്കത്തുള്ള വെള്ളമാണ്, നബിക്ക് മാത്രം ഖാസായതാണ്. അത് വെച്ച് വേറെ ആരെങ്കിലും ഒന്നിറക്കി അത് ബർക്കത്തിൽ തുടങ്ങാൻ പറ്റൂല. നബിയുടെ തുപ്പ്, നബിയുടെ വിയർപ്പ്, നബിയുടെ മുടി, നബിയുടെ ശരീരം സ്പർശിച്ചത് അതൊക്കെ ബർക്കത്തുള്ള കാര്യമാണെന്ന് ധാരാളം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നാൽ അത് നബിക്ക് മാത്രം പ്രത്യേകമാണ്, മറ്റാളിനും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. എന്നാൽ പിൽക്കാലത്ത് അശ്വരികളൊക്കെ അല്ലാത്തവർക്കും അത് വെച്ചു. അപ്പോൾ മാറ്റമൊക്കെ ഉണ്ടായത് തങ്ങന്മാർ, മൂലയന്മാർ, ഉസ്താദന്മാർ ഇവരൊക്കെ ഊതിയാലും ഒരു തോണ്ടിയാലും തടവിയാലൊക്കെ ബർക്കത്താണ് എന്ന് ഇന്ന് വിശ്വസിക്കാൻ കാരണം അതിമ ഖിയാസാക്കിയതാണ്. നബിക്കുണ്ടല്ലോ, അപ്പോൾ ഒരാൾക്കുണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കുണ്ടാകുന്നതിന് വിരോധമില്ല എന്നാണ്. എന്നാൽ സ്വഹാബിമാരാണ് നബിക്ക് ശേഷം ഏറ്റവും ബഹുമാന്യമുള്ളവർ. ആ സ്വഹാബിമാരും തമ്മിൽ അങ്ങനെ ബർക്കത്തിന് വേണ്ടി ഒരു സ്വഹാബി വേറെ സ്വഹാബിയുടെ വെള്ളം കൊണ്ടുപോവുകയോ തുപ്പി നീടുകയോ മുടി കൊണ്ടുപോവുകയോ ചെയ്ത സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മാലിക്കി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിത അബൂ ഇസ്ഹാഖ് ശാത്തിബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഇഅ്തിസാം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നബി തങ്ങളുടെ ശേഷം ഏറ്റവും ശ്രേഷ്ഠമായവർ സ്വഹാബിമാരാണ്. അതിൽ തന്നെ അശറത്തുൽ മുബശ്ശിരീങ്ങളുണ്ട്, ഖുലഫാ റാഷിദീങ്ങളുണ്ട്, മറ്റു പ്രഗത്ഭരായ സ്വഹാബിമാരുണ്ട്. ഇവരൊക്കെ ഉണ്ടായിട്ടും ഫലം യസ്ബുത് മിൻ ത്വരീഖിൻ സ്വഹീഹിൻ സ്വരീഹിൻ അന്ന മുതബർരികൻ തബറക ബിഅഹദിൻ മിൻഹും അലാ അഹദി തിൽകൽ വുജൂഹ്. സ്വഹീഹായ സ്വരീഹായ വ്യക്തമായതും സ്ഥിരപ്പെട്ടതുമായ വഴിയിൽ ഒന്നും വന്നിട്ടില്ല. എന്ത്? ഒരു ബർക്കത്തെടുക്കുന്ന ഒരാൾ ഒരു സ്വഹാബിയിൽ നിന്ന് ബർക്കത്തെടുത്തുവെന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. 4 ഖലീഫമാരുണ്ടായി, അശറത്തുൽ മുബശ്ശിരീങ്ങളുണ്ടായി, മറ്റു ബദറും ഉഹദും പങ്കെടുത്ത ആളുകളുണ്ടായി. ഇവരൊക്കെ ഉണ്ടായിട്ടും അവിടെ നിന്ന് ആരെങ്കിലും ഒരാൾ ഈ നിലക്ക് ബർക്കത്തെടുത്തുവെന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഫഹുവ ഇദൻ ഇജ്മാഉം മിൻഹും അലാ തർക്കി തിൽകൽ അഷ്യാ. അത്തരം സംഗതികൾ ഒഴിവാക്കണമെന്നത് സ്വഹാബത്തിന് ഇജ്മാ ആണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഒഴിവാക്കൽ ഇജ്മാ. കാരണം എന്താ? നബിയാണല്ലോ നബിനെ ഒരു ബർക്കത്ത് എടുത്തത്. ആ നബിക്ക് ശേഷം മറ്റൊരാൾക്ക് ബർക്കത്തുണ്ടായിരുന്നുവെങ്കിൽ ഒന്നാമത്തെ പരിഗണന അബൂബക്കർ സിദ്ദീഖിനാവണം, അദ്ദേഹം അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഉമർ ഖത്താബിനുണ്ടാവണം, ഉസ്മാൻ അഫ്ഫാൻ ഉണ്ടാകണം. എന്നിട്ടും അവരാരും അവിടെ വന്ന് ഓലത്തിൽ നിന്ന് എന്തെങ്കിലും ബർക്കത്ത് വാങ്ങിപ്പോയ ഒരു സംഭവമില്ല. അത് നബിയുടെ ശരീരത്തിന് അള്ളാഹു നിശ്ചയിച്ച ഒരു പ്രത്യേകതയാണ്. നബിയുടെ ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും അള്ളാഹു പ്രത്യേകമായൊരു ബർക്കത്ത് അത് സമവായി നിശ്ചയിച്ചു. സംസമിനെ സമവാക്കിയതുപോലെ, ദുആയെ സമവാക്കിയതുപോലെ നബിതങ്ങളുടെ ശരീരവും അതുമായി ബന്ധപ്പെട്ടதையும் അല്ലാഹു തആല ഒരു സബബായി നിശ്ചയിച്ചു. അപ്പോൾ ഇവരാവശ്യപ്പെട്ട നബിയെ നിങ്ങളുടെ വുദൂഇൻ്റെ ശേഷിപ്പ് അതിൽ നിന്ന് അല്പം ഞങ്ങൾ നൽകണം എന്ന് അവർ ആവശ്യപ്പെടുക. അവിടെ പോയിട്ട് കഴിഞ്ഞ് ഞങ്ങൾ ആ മഠം ഞങ്ങൾ പള്ളിയാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നബി നിങ്ങളെ ഒരു വുദൂഇൻ്റെ ഒരു ബാക്കി വെള്ളം നൽകണം. ഫദഅ ബിമാഇൻ, അങ്ങനെ നബി ഞങ്ങൾ വെള്ളം കൊണ്ടൊരു ആവശ്യപ്പെട്ടു. ഫതവല്ലഅ വമൽമല, നബി ഞങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് വുദൂ ചെയ്തു, വായിൽ വെള്ളം കൊപ്പിളിച്ചു. സുമ്മ സബ്ബഹു ലനാ ഫി ഇദാവത്തിൻ വഅമറനാ, അങ്ങനെ അതൊരു പാത്രത്തിലേക്ക് നബി ഞങ്ങൾ ആ വെള്ളം ഞങ്ങൾക്ക് ചൊരിഞ്ഞു തന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇത് കൊണ്ടുപോയിക്കോളൂ. ഫഖാൽ, നബി ഞങ്ങൾ പറഞ്ഞു ഉഖ്റുജൂ, നിങ്ങൾ പോവുക. ഫൈദാ അതൈതും അർദകും ഫക്സിറൂ ബിഅതകും, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ മഠം നിങ്ങൾ പൊളിക്കുക, നിലവിലുള്ള മഠം നിങ്ങൾ പൊളിക്കുക. വല്ലഹു മക്കാനഹ ബിഹാദൽ മാഇ, ആ സ്ഥലമൊക്കെ ഈ വെള്ളം നിങ്ങളൊന്ന് തളിക്കുക. വത്തഖിദൂഹു മസ്ജിദാ, എന്നിട്ട് ആ സ്ഥലം നിങ്ങൾ പിന്നീട് പള്ളിയാക്കി മാറ്റുക എന്ന് നബി ഞങ്ങൾ നിർദ്ദേശം നൽകി. ഫഖുൽനാ ലഹു, അപ്പം ഞങ്ങൾ പറഞ്ഞു നബിയെ ഇന്നൽ ബലദ ബഈദ്, നാടൽപ്പം ദൂരെയാണ്, അടുത്തൊന്നുമല്ല, ഇത് ദൂരെയാണ്, പക്ഷെ അധികം യാത്ര ചെയ്യാനുള്ള അർത്ഥം. വൽ ഹർറു ശദീദ്, ചൂടാവട്ടെ കഠിനമാണ്. വൽ മാഉ യൻഷിഫ്, അടുത്തുമ്പോഴേക്ക് ഇതൊക്കെ പറ്റിപ്പോകും, ഇത് കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ, അവിടെ എത്തിയിലേക്ക് തളിക്കാനൊന്നും ഇപ്പോൾ ഇതുണ്ടാകില്ല, അത്രയും ചൂടുണ്ട്, അധികം യാത്ര ചെയ്യാനുമുണ്ട്, അവിടെ എത്തുമ്പോഴേക്ക് വെള്ളമൊക്കെ പറ്റിപ്പോകുമല്ലോ. ഖാല മുദ്ദൂഹു മിനൽ മാഇ, നിങ്ങൾ അതിലേക്ക് വെള്ളം നിങ്ങളതിലേക്ക് ചേർത്തിക്കൊള്ളുക. ഫൈനഹു ലാ യസീദുഹു ഇല്ലാ ത്വയ്യിബ, അതുകൊണ്ട് അതിൻ്റെ വിശിഷ്ടത അല്ലാതെ വർദ്ധിക്കുകയില്ല എന്ന് നബി ഞങ്ങൾ അനുവാദം കൊടുത്തു. അങ്ങനെ ഫഖറജ്നാ, ഞങ്ങൾ പോയി. ഹത്താ ഖദിംനാ ബലദന, ഞങ്ങൾ നാട്ടിലേക്ക് എത്തി. അങ്ങനെ ഫകസർനാ ബിഅതനാ, ഞങ്ങളുടെ മഠം ഞങ്ങൾ തകർത്തു. സുമ്മ നദഹ്നാ മക്കാനഹ,
അവിടൊക്കെ സ്ഥലത്തൊക്കെ ഈ വെള്ളം തളിച്ചു. വത്തഖദ്നാഹു മസ്ജിദ, ഞങ്ങളത് പള്ളിയാക്കി മാറ്റി. ഫനാദൈനാ ഫീഹി ബിൽ അദാൻ, അങ്ങനെ ഞങ്ങൾ ആ പള്ളിയിൽ വെച്ച് ആദ്യമായി ബാങ്ക് വിളിച്ചു. ഇസ്ലാം സ്വീകരിച്ച് ദീനൊക്കെ പഠിച്ച് നബിയെ കൂടെ നിസ്കരിച്ച് തിരിച്ചു പോയിട്ട് അവരുടേതായ ആ മഠം അത് അവർ തന്നെ പള്ളിയാക്കി മാറ്റുന്നു. പണം ഉണ്ടാക്കിയ പോലാണ് അവർ തന്നെയാണ് ആ മഠത്തെ പള്ളിയാക്കി മാറ്റുന്നതും. അങ്ങനെ കാല ഈ പിന്നെ റിപ്പോർട്ട് ചെയ്ത തൽഖ് ബിൻ അലി പറയാണ്, ആ മഠത്തിലെ പുരോഹിതൻ ത്വയ്യ് കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അവർ പോകുമ്പോൾ മഠമാണല്ലോ, ആ മഠത്തിൽ അതിനൊരു പുരോഹിതൻ ഉണ്ടാവും. അപ്പം അദ്ദേഹം അവിടെ ഉണ്ട്. ഫലമ്മാ സമിഅൽ അദാൻ, ഈ ബാങ്ക് കേട്ടപ്പോൾ കാല, ആ പുരോഹിതൻ പറഞ്ഞു, ദഅവത്തു ഹഖിൻ, ഇത് ഹക്കിൻ്റെ വിളിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് അറിയാൻ അദ്ദേഹം തൗറാത്ത് ഇഞ്ചിലൊക്കെ പഠിച്ച ആളായിരിക്കുമല്ലോ. അപ്പം ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദഅവത്തു ഹഖിൻ, ബാങ്കിൻ്റെ വചനം കേട്ടപ്പോൾ ഇത് ഹക്കിൻ്റെ വിളിയാളമാണ് എന്ന് ആ പുരോഹിതൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം ഞങ്ങളെ അവിടുന്ന് വെല്ലം കണ്ട് ഒരു ഉയർന്ന പ്രദേശം കുന്നുംപുറത്തേക്ക് ഇങ്ങോട്ട് പോയി. തിൽഅത്ത സാധാരണ ഈ ഒരു ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തിനൊക്കെ പറയാം, പൊന്തി നിൽക്കുന്ന ഉയർന്ന സ്ഥലമൊക്കെ ഉള്ള വെള്ളമൊക്കെ ഒഴിച്ചു വരുന്ന അത്തരം സ്ഥലങ്ങൾക്കൊക്കെയാണ് തിൽഅത്ത് എന്ന് പറയാം. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഉയർന്ന ഒരു പ്രദേശം, അങ്ങോട്ട് അദ്ദേഹം ഇങ്ങനെ പോയി. ഫലം നറഹു ബഅദു, പിന്നെ ഞങ്ങൾ അയാളെ കണ്ടിട്ടില്ല. ആ പുരോഹിതനെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. ബാങ്ക് കൊടുത്തു. ബാങ്ക് കേട്ടപ്പോൾ ഹക്കാണെന്ന് ഈ പറയണതെന്നും പറഞ്ഞിട്ട് മൂപ്പരാണ് മുങ്ങി. പിന്നെ മൂപ്പർക്ക് എന്ത് സംഭവിച്ചു? മൂപ്പർ എവിടെ പോയി? യാതൊരു പേരും പിന്നെ ഞങ്ങൾക്കില്ല. ഇത് തൽഖ് ബിൻ അലി പറയുന്നു. അപ്പം ഇവിടെ വ്യക്തമായി ഇത് മനസ്സിലായി, അത്തരം ഒരു ആരാധനാലയത്തെ ന്യായമായ രൂപത്തിലൊരു പള്ളിയാക്കി മാറ്റാൻ സാഹചര്യമുണ്ടായാൽ അതിന് മതപരമായ വിരോധമൊന്നും ഇല്ല എന്ന് മനസ്സിലായി. താഴെ നമ്പർ 1 റവാഹു ഇമാം അഹ്മദ് വന്നസായി വഇബ്നു ഹിബ്ബാൻ ബിഇസ്നാദിൻ ഹസനിൻ, ഹസനായ പരമ്പരയോടെ ഇമാം അഹ്മദും നസായിയും ഇബ്നു ഹിബ്ബാനും എല്ലാം ഉദ്ധരിച്ചിരിക്കുന്നു. റവാഹു അബൂ ദാവൂദ് മുഖ്തസറൻ, ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഇത്ര വിശദമായിട്ടല്ലാതെ ചുരുങ്ങിയ രൂപത്തിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അവിടെ പോയി പിടിച്ചെടുക്കാനും അത് തകർക്കാനും അതൊന്നും ന്യായമല്ല, അത് തീവ്രവാദമാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് പറ്റുകയുമില്ല. ഓരോ രാജ്യത്ത് ഓരോ രീതി ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ പറ്റില്ല. നമ്മുടെ നാട്ടിൽ സാധാരണ ഇപ്പോൾ പഴയ കാലത്ത് സുന്നിപ്പള്ളി മാറിയിരുന്നു, മുജാഹിദ് പള്ളിയിട്ടുണ്ട്. കോഴിക്കോട് മൊയ്തീൻ പള്ളി, ഷാദുരി പള്ളിയൊക്കെ അങ്ങനെ വന്നാളോ. പള്ളി കമ്മിറ്റി മൊത്തം മുജാഹിദാകും. അപ്പം പിന്നെ പള്ളി മാത്രം അവിടെ കുതല്ലോ. കമ്മിറ്റി മൊത്തം മുജാഹിദ, പിന്നെ പള്ളി ഞാൻ സുന്നിയാണ് എന്നിട്ട് പള്ളി കുതല്ലോ. അപ്പോൾ സ്വമേറ്റ പള്ളി മുജാഹിദ് പള്ളിയായി മാറി. അതങ്ങനെ പല കാലത്തും പല രൂപത്തിലുണ്ടാവാം. ഇന്നൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ധാരാളമായുണ്ട് പല ക്രിസ്തീയ പള്ളികളും ഇങ്ങനെ ആ പള്ളി അടക്കം വന്നാകെ മുസ്ലിങ്ങളായി മാറുന്ന എത്രയോ സംഭവങ്ങൾ ഇപ്പോൾ അവിടെയൊക്കെ വ്യാപകമായിട്ടുണ്ട്. മാത്രമല്ല അത്തരം ആരാധനകൾ നിസ്കരിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു നിസ്കാരം ജായിസാണ്. നിസ്കാരം ജായിസാണെങ്കിൽ പിന്നെ പള്ളിയാക്കാൻ പറ്റുമോ? ഏതെന്നാലും പറ്റും. ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ആ സ്ഥലം പള്ളിയാക്കാൻ പറ്റുമോ ചോദിച്ചാൽ എന്തായിരുന്നാലും പറ്റും. മാത്രമല്ല അത് മറ്റു ആരാധനകളുമായി പള്ളിക്ക് സാദൃശ്യമുണ്ടാകുന്നതിൽ നിന്ന് ഒഴിവാകാനും നല്ലതാകുന്നു. അതിനാൽ ഇന്ന് പല ഇസ്ലാമിക പിന്നെ സംഘങ്ങളും അവരൊക്കെ ചെയ്യുന്നുണ്ട്. മിൻ ശിറാഇ ബഅദിൽ കനായിസി വതഹ്വീലിഹാ ഇലാ മസാജിദ, പല ചർച്ചുകളും വില കൊടുത്ത് വാങ്ങി അതിനെ പള്ളിയാക്കി മാറ്റുക എന്നത് ലോകാടിസ്ഥാനത്തിൽ പലയിടത്തും ചെയ്യുന്നു. അതൊക്കെ അംറുൻ ജായിസുൻ ശറഅൻ, മതപരമായി അനുവദനീയമായ കാര്യമാണ്. അങ്ങനെ ആക്കിയാൽ പിന്നെ അവിടെ നിസ്കരിക്കാൻ പറ്റില്ല, അത് പള്ളിയിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. ആ സ്ഥലം പഴയ കാലത്ത് എന്താണ് അത് നോക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ മാറി, ആ അസിൽ നിന്ന് മാറി. അങ്ങനെ മാറിയിട്ട് അത് പിന്നീട് പള്ളിയായി മാറിയാൽ പിന്നെ പള്ളിൻ്റെ എല്ലാ കുടുംബത്തും അതിലുണ്ട്. ഒരു സ്ഥലത്തൊരു പള്ളിക്ക് സ്ഥലം വാങ്ങിയപ്പോൾ അവിടെ പഴയ കാലത്ത് ഈ പന്നികൾ വളർത്തുന്ന സ്ഥലമായിരുന്നു. പന്നികളെ വളർത്തുന്ന സ്ഥലം, ആ സ്ഥലം ഒരു പള്ളിക്ക് വേണ്ടി ഒരു കൂട്ടർ വാങ്ങി. അപ്പോൾ അവിടെ വലിയ ചർച്ച ഉണ്ടായി, അത് പറ്റുമോ, അവിടെ പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഭയങ്കര ചർച്ച. അപ്പോൾ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വിരോധമില്ല. ഇവിടെ സ്ഥലം വാങ്ങി അങ്ങനെ അവർ ഒരു 2 മീറ്റർ താഴ്ചയിലേക്ക് അവിടുന്ന് മൊത്തം മണ്ണടക്കം അവിടുന്ന് മാന്തിക്ക് ഒഴിവാക്കിയിട്ട് അതൊക്കെ നല്ല ഒരു വൃത്തിയാക്കി ആ സ്ഥലമൊക്കെ ഉഷാറാക്കിയിട്ട് അവിടെ പള്ളി ഉണ്ടാക്കി. അപ്പം അതിന് കുഴപ്പമുണ്ടോ ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല.
വിരോധമുള്ള. അപ്പോൾ ഒരു കാലത്തോടെ നജസ് കയറുന്ന സ്ഥലമായിരുന്നു, വിരോധമില്ല. അതിനെല്ലാ ശേഷിപ്പൊന്നും ഒഴിവായിപ്പോയാൽ പിന്നെ അത് പള്ളിയായി മാറുന്നതിന് വിരോധമൊന്നുമില്ല. അല്ലാഹു അഅലം. ആ മസലയോടെ കഴിഞ്ഞു. ഇനിയും മറ്റൊരു വിഷയം 1520 കഅബയുടെ ഉള്ളിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്. കഅബൻ്റെ മേലെ പറഞ്ഞു പറ്റുന്നു, കഅബയ്ക്കുള്ളിൽ, കഅബയ്ക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കരുത്, കഅബയുടെ ഉള്ളിൽ നിസ്കരിക്കാമോ? തസ്ഹീഹു സ്വലാത്തുൻ നാഫില ദാഖിലൽ കഅബ, കഅബയുടെ ഉള്ളിൽ സുന്നത്ത് നിസ്കരിച്ചാൽ നമസ്കാരം സ്വഹീഹാകും. വഹാദ ഖൗലു ആമ്മത്തി അഹ്ലിൽ ഇൽമി, പൊതുവെ പണ്ഡിതന്മാരുള്ള പൊതുവായ അഭിപ്രായം ഇതാകുന്നു. ലിമാ റവൽ ബുഖാരിയു വ മുസ്ലിമുൻ അൻ ഇബ്നു ഉമറ, തെളിവെന്താണ്? ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുമുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദിമ മക്കത്ത, നബി തങ്ങൾ മക്കയിലേക്ക് വന്നു. മക്ക ഫതഹിന്റെ വരവാണ്. അന്ന് നബി മക്കയിലേക്ക് വന്നു. ഫദഅ ഉസ്മാൻ ഇബ്നു തുൽഹ, ഉസ്മാൻ ഇബ്നു തുൽഹയെ നബി തങ്ങൾ വിളിച്ചു. ഉസ്മാൻ തുൽഹയുടെ കയ്യിലാണ് അന്ന് കഅബയുടെ താക്കോലുള്ളത്. കഅബയുടെ താക്കോൽ സൂക്ഷിക്കുന്ന ആളാണ് അന്ന് ഉസ്മാൻ ഇബ്നു തുൽഹ. ജാഹിലിയ്യ കാലത്ത് തന്നെ ആ കുടുംബമാണ് താക്കോൽ സൂക്ഷിച്ച് പോകുന്നത്. ഇന്നും ആ കുടുംബമാണ്. നബി അദ്ദേഹത്തിന് താക്കോല് വാങ്ങി തുറന്നു എന്നൊക്കെ കഴിഞ്ഞിട്ട് അവസാനം അദ്ദേഹത്തിന് തന്നെ ആ താക്കോല് ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ തന്നെ കൈവശം വെക്കുക, രാവും പകലും വ്യത്യാസമന്യേ ആരെപ്പോൾ വന്നാലും അവർക്കെല്ലാം നിങ്ങളിവിടെ ഇബാദത്തിന് സൗകര്യം നൽകണം എന്ന ഉപാധിയോടെ നബി തങ്ങൾ ആ ചാവി തിരിച്ചേൽപ്പിച്ചു. ഇന്നും ഉസ്മാൻ ബിൻ തുൽഹയുടെ വംശപരമ്പരയാണ് ആ താക്കോല് സൂക്ഷിച്ചു പോരുന്നത്. അതുകൊണ്ടാണ് മസ്ജിദ് നബി അടക്കം രാത്രി സമയം കഴിഞ്ഞാൽ പൂട്ടും, മസ്ജിദ് ഹറാം പൂട്ടലില്ല. നബി അന്ന് പറഞ്ഞാണ്, രാവും പകലും വ്യത്യാസം തന്നെ ആരെപ്പോൾ വന്നാലും തവാഫ് ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാൻ അവിടെ നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം. അപ്പോൾ അത് പാലിച്ചുകൊണ്ട് ഏത് സമയത്തത് പൂട്ടലില്ല, ആരെപ്പോൾ വന്നാലും തവാഫ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. മദീനത്തടക്കം ഒരു സമയം കഴിഞ്ഞാൽ പള്ളി പൂട്ടും, ഇവിടുത്തെ പൂട്ടലില്ല. അങ്ങനെ ഉസ്മാൻ ബിൻ തുൽഹയെ വിളിച്ചു. ഫഫതഹൽ ബാബ, അങ്ങനെ അദ്ദേഹം വാതിൽ തുറന്നു. ഫദഖല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ആ പള്ളിയിൽ കയറി, കഅബയ്ക്കുള്ളിൽ കയറി. വ ബിലാലുൻ വ ഉസാമത്തു ബിൻ സൈദ്, നബിയുടെ കൂടെ ബിലാലുണ്ട്, ഉസാമയുണ്ട്, ഉസ്മാൻ ബിൻ തുൽഹ, ഉസ്മാൻ തുൽഹയും ഒന്നിച്ച് ഒരു കഅബയുടെ ഉള്ളിൽ കയറി. സുമ്മ അഗ്ലഖൽ ബാബ ഔ സുമ്മ ഉഗ്ലിഖൽ ബാബു, പിന്നീട് വാതിൽ അടച്ചു. ഉള്ളിൽ കയറിയിട്ട് ഉള്ളതൊരു വാതിൽ അടച്ചു. ഫലബിസ ഫീഹി സാഅ, കുറേ സമയം അവർ അതിനുള്ളിൽ കഴിച്ചു കൂട്ടി. സുമ്മ ഖറജൂ, പിന്നെ അവർ പുറത്തേക്ക് വന്നു. ഖാല ഇബ്നു ഉമർ, ഇബ്നു ഉമർ പറയാണ്, ഫബദർതു ഫസഅൽതു ബിലാൽ, ഞാൻ വേഗം ചെന്നു ബിലാലിനോട് ചോദിച്ചു, എന്തായിരുന്നു അതിനുള്ളിൽ പണിയിൻ? സ്വാഭാവികമാണല്ലോ, നബിയും മുതൽക്കുള്ളിൽ കയറി ബാധ എടുക്കുമ്പോൾ പുറത്തുള്ള സ്വഹാബിയാക്ക് ഒരാകാംക്ഷ, എന്താ ഇപ്പോൾ നബി ചെയ്യാൻ പോണത്? അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ വേഗം ചെന്നിട്ട് ബിലാലിനോട് ഞാൻ ചോദിച്ചു. ഫഖാൽ സ്വല്ലാ ഫീഹി, ബിലാൽ പറഞ്ഞു, നബി അതിനുള്ളിൽ നിസ്കരിച്ചു. ഫഖുൽതു ഫീ അയ്യിൻ, എവിടെ നിസ്കരിച്ചു? കഅബയ്ക്കുള്ളിൽ എവിടെയാണ് നിസ്കരിച്ചത്? ഖാല ബൈനൽ ഉസ്തുവാനതൈനി, ആ രണ്ട് തൂണുകൾക്കിടയിൽ നബി തങ്ങൾ നിസ്കരിച്ചു. ഖാല ഇബ്നു ഉമർ, ഇബ്നു ഉമർ പറയുന്നു, ഫദഹബ അലയ്യ നസ്അലഹു കം സല്ലാ, എത്ര നിസ്കരിച്ചു എന്നുള്ളത് ചോദിക്കാൻ വിട്ടുപോയി. നബി എത്ര കഥ നിസ്കരിച്ചത് അതെനിക്ക് അപ്പം ചോദിക്കാൻ വന്നില്ല, അത് വിട്ടുപോയി എന്ന് ഇബ്നു ഉമർ പറയുന്നു. വലിഹാദൽ ഹദീസ് ശവാഹിദു കസീറ, ഈ ഹദീസിന് ഒരുപാട് ഉപോത്ബലകമായ സ്ഥലത്തിലൂടെ ഇത് വന്നിട്ടുണ്ട്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചു വന്നു. അതിന് പുറമെ ഒട്ടനവധി പരമ്പരയിലെ ഹദീസ് വന്നിട്ടുണ്ട്. ഹത്ത ദക്കറ ബഅദു അഹ്ലിൽ ഇൽമി അൻഹാ തസ്ലിഹ അത്തവാതുർ, മുതവാത്തിറാകാൻ മാത്രമുള്ള തരത്തിലുള്ള എണ്ണം പരമ്പരകൾ ഇത് ഉദ്ധരിക്കപ്പെടുന്നു എന്നുവരെ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. താഴെ നമ്പർ 4 കാണാം. ഖാദി ഇമാം തുഹാബി ഫി ശർഹി മഅൻ ആസാർ അൽ ആസാർ ഖതവാതറത് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഫിൽ കഅബ, നബി തങ്ങൾ കഅബക്കുള്ളിൽ നിസ്കരിച്ചു വന്നത് തവാത്തുറായി, മുതവാത്തിറായി നിലക്ക് വന്നിരിക്കുന്നുവെന്ന് ഇമാം തുഹാബി റഹിമഹുല്ലാഹ് ശർഹ് മഅൻ ആസാർ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർ പറഞ്ഞു കഅബക്കുള്ളിൽ സുന്നത്ത് നിസ്കരിച്ചാൽ ശരിയാവില്ല എന്ന്, ഫർദ് നിസ്കരിച്ചാൽ ശരിയാവും, സുന്നത്ത് നിസ്കാരം ശരിയാവുകയില്ല എന്ന് വളരെ ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ ഉണ്ട്. ആ അഭിപ്രായം പരിഗണനീയമല്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ രചയിതാവ് തസ്ഹീഹു സ്വലാത്തുൻ നാഫില എന്ന് പ്രത്യേകം പറഞ്ഞത്. സുന്നത്ത് നിസ്കാരം സ്വഹിയാകുന്നു. അപ്പം കേട്ടപ്പോൾ നമുക്ക് തോന്നിയല്ലോ ഫർദോന്ന്, ഫർദിന് ഖിലാഫില്ല.
അങ്ങനെ പ്രത്യേകമായി പറഞ്ഞിട്ടില്ല. തഹിയ്യത്ത് എല്ലായിടത്തുള്ള പോലെ ഒരു പക്ഷേ വേണേൽ അവിടെയും പറയാം. അപ്പോൾ ഏതായാലും ഫർദിൻ്റെ കാര്യത്തിൽ തർക്കമില്ല. സുന്നത്തിൻ്റെ കാര്യത്തിലും പരിഗണിക്കപ്പെടാൻ മാത്രമുള്ള തർക്കമൊന്നും ഇല്ല എന്ന ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ അങ്ങനെ നിസ്കാരം ശരിയാവുക ഇല്ല എന്നുണ്ട്. അപ്പോൾ സാധാരണ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ പണ്ഡിതന്മാർ പറയും ആ അഭിപ്രായ വ്യത്യാസത്തെ കൂടി പരിഗണിച്ചുകൊണ്ടേ നമ്മൾ നിലപാട് പറയാവൂ. അത് പൊതുവെ ഒരു അദബാണ്. ഒരു പണ്ഡിതൻ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞല്ലോ കൈഫ വഖദ് ഖീല, അത് ഇസ്ലാം അംഗീകരിച്ച ഒരു തത്വമാണ്. അങ്ങനെ ഒരാൾ പറയപ്പെട്ട് കഴിഞ്ഞാൽ അതിനെയും കൂടി മുഖവിലേക്കെടുക്കുക. തെളിവില്ല എന്നാലും ഒരു ആലിമ പറഞ്ഞല്ലോ, ഒരു ആലിമ വെറുതെ പറയില്ലല്ലോ. ശരിയായ ഒരു ആലിമ ഒരിക്കലും ദീനിൻ്റെ പേരിൽ വെറുതെ പറയില്ല. അപ്പം പിന്നെ മറിച്ചുള്ള അഭിപ്രായം സ്വീകരിക്കുമ്പോഴും ഈ അഭിപ്രായത്തെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പൊതുവെ നയങ്ങൾ പറയാറുള്ളത്. അതൊരു പൊതുവെ ഒരു അദബാണ്. ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു അദബ് കൂടിയാണത്. നബി അടുത്ത് ഒരു സ്വഹാബി വന്നിട്ട് പറയുന്നുണ്ട്, ഒരു സ്ത്രീ വന്നിട്ട് അവർ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഒരു വിവാഹം കഴിഞ്ഞ് ദമ്പതിമാരായി ജീവിക്കുന്ന രണ്ടാളെപ്പറ്റി ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഇവർക്ക് രണ്ടാക്കും ഞാൻ മുലകൊടുത്തിട്ടുണ്ട്. കാരണം ഈ കല്യാണം കഴിച്ച ഭാര്യക്കും ഭർത്താവിനും ഞാൻ മുലയൂട്ടിയിട്ടുണ്ട്. അവൻ മുലകൊണ്ട് ബന്ധത്തിലുള്ളവർ തമ്മിൽ സഹോദരന്മാരാണ്, ഓൾ തമ്മിൽ കെട്ടാൻ പറ്റില്ലല്ലോ പറഞ്ഞു. പക്ഷെ ഇവർക്ക് രണ്ടാക്കും അറിയില്ല, അങ്ങനെ മുലൊടിച്ചതും അറിയില്ല, അങ്ങനത്തെ സംഭവം രണ്ടാളും അറിയില്ല. പക്ഷെ ഒരു സ്ത്രീ വന്ന് വാദിക്കുന്നു, രണ്ടുപേർക്ക് ഞാൻ മുലയൂട്ടിയിട്ടുണ്ട്. നബി ഞങ്ങൾ പറഞ്ഞു വിവാഹബന്ധം ഒഴിവാകാൻ പറഞ്ഞു. കാരണം ആംഗ്യം പെങ്ങളാണ് പറഞ്ഞത് ശരിയാണെങ്കിൽ അവിടെ നബി ഞങ്ങൾ ഉപയോഗിച്ച വാക്കാണ് കൈഫ വഖദ് ഖീല. ഇങ്ങനെ പറയപ്പെട്ട സ്ഥിതിക്ക് പിന്നെ എങ്ങനെ നിങ്ങൾ ദമ്പതിമാരായി ജീവിക്കും എന്നാണ്. അപ്പം ആ സ്ത്രീയാണ് പറഞ്ഞത്, വേറെ തെളിവോ കാര്യമൊന്നുമില്ല. എന്നാലും ഒരാളങ്ങനെ ഉന്നയിക്കപ്പെട്ട സ്ഥിതിക്ക് അതൊരു പരിഗണന കൽപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ തത്വപ്രകാരം പൊതുവെ വീക്ഷണ വ്യത്യാസങ്ങൾ വന്നാൽ, ആ വീക്ഷണം ശരിയല്ല എന്ന് വന്നാൽ പോലും ആ വീക്ഷണം ഉണ്ടല്ലോ അതിനൊരു വില കൽപ്പിക്കലുണ്ട്. അതായത് ഈ വിഷയത്തിൽ അങ്ങനെ വില പോലും കൽപ്പിക്കേണ്ട അഭിപ്രത്യാസമല്ല ഇതെന്നാണ്. കാരണം നബി നിസ്കരിച്ചത് വ്യക്തമായി വന്നു, ഈ നിസ്കരിച്ചത് ഫർളല്ല സുന്നത്താണ് താനും, അത് തവാത്തുറാകാൻ മാത്രമുണ്ട് വരെ പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പം അങ്ങനെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു വന്ന നബിയുടെ ഫെയിലിൽ അത്രയും തർക്കമില്ലാത്ത വിധം സ്ഥിരപ്പെട്ട ഒരു തെളിവുണ്ടായിരിക്കെ പിന്നെ ഒരാൾ അഭിപ്രത്യാസം പറഞ്ഞാൽ ഒരുപക്ഷെ ഈ ഹദീസ് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കാന്നല്ലാതെ ഇനി അതിനെ പരിഗണിക്കേണ്ടതില്ല എന്ന് നവീമാം അടക്കമുള്ള ആളുകളൊക്കെ ശ്രദ്ധമോദബിലൊക്കെ പറഞ്ഞത് ഈ മസലയിൽ നമുക്ക് കാണാൻ സാധിക്കും. വല്ലാഹു അഅലം. ഇല്ല, എവിടേക്കും തിരിയാം, ഏത് ഭാഗത്തും തിരിയാം. കാബിൻ്റെ ഉള്ളിലാവുമ്പോൾ തസിഹു സലാത്തുൽ ഫരീദത്തി ദാഖിലൽ കഅബ, ഫർദ് നിസ്കാരം കഅബക്കുള്ളിൽ സ്വഹീഹാകും. വഹുവ ഖൗലുൽ ജംഹൂർ, അതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. ഇതിൽ ഹദീസ് സാബിഖി, ഈ ഹദീസാണ് തെളിവ്. അതിങ്ങനെ തെളിവാകാം. ഒമാ സുഹഫിൻ നാഫില സുഹഫിൽ ഫരീദ, സുന്നത്ത് ശരിയാകുമെങ്കിൽ ഫർദും ശരിയാകും. സുന്നത്ത് സ്വഹിയാകുമെന്ന് വന്നു എങ്കിൽ പിന്നെ ഫർദ് ഏതായാലും സ്വഹിയാകും. ഇനി സ്വഹി ആവൂലെങ്കിലോ ഇല്ലാടി ദലീലിൻ, ഫർദ് സ്വഹി ആകൂലെങ്കിലാണ് തെളിവ് വേണ്ടത്. നബി നിസ്കരിച്ചു എന്ന് വന്നു, അപ്പോൾ നിസ്കാരം പറ്റുന്നു വന്നു. ഇനി ഒരു നിസ്കാരം പറ്റൂല എന്ന് പറയണമെങ്കിൽ അതിന് പ്രത്യേകം തെളിവ് വേണം, അതില്ല. അതുകൊണ്ട് ഈ ഹദീസ് കൊണ്ട് തന്നെ ഫർദും സുന്നത്തും ഒക്കെ നിസ്കാരം സ്വഹിയാകുമെന്ന് മനസ്സിലാക്കാം. അല്ലാഹു അഅലം. അതോടെ ആറാമത്തെ ഷർത്ത് അവിടെ കഴിഞ്ഞു, ശുദ്ധിയാവുക. അതാമത്തെ കഴുത്ത്. അതിൽ മൂന്നെണ്ണം പറഞ്ഞെന്താണ്? നിസ്കരിക്കുന്ന സ്ഥലം, നിസ്കരിക്കുന്ന അവൻ്റെ ശരീരം, അവൻ്റെ വസ്ത്രം, ഇത് മൂന്നും നജസിൽ നിന്ന് ശുദ്ധിയാകണം. അതിലാണ് ഈ ചർച്ചകളൊക്കെ സാന്ദർഭികമായി വന്നത്. ഇനി ഏഴാമത്തെ ഷർത്ത് അൽ ഫസ്ലു ഹാദി അഷർ, 11ാമത്തെ ഉപാധ്യായം അഷ്ഷർത്തു സാബിഅ, ഏഴാമത്തെ ഷർത്ത് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിടുക. ഒരു ഷർത്താണ്. ഖിബ്ലയ്ക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഖിബ്ല പരിഗണിക്കാൻ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹിയാവില്ല. യജിബു അലാ കുല്ലി മുസല്ലിൻ, എല്ലാ നിസ്കരിക്കുന്നവനും നിർബന്ധമാണ്. ലി ഫരീദത്തിൻ ഔ നാഫില, ഫർദാവട്ടെ സുന്നത്താവട്ടെ, അൻ യത്തജിഹ ഇലൽ കഅബത്തിൽ മുശറഫ, ഷറഫാക്കപ്പെട്ട കഅബയിലേക്ക് തിരിയുക എന്നുള്ളത് നിർബന്ധമാണ്. അത് ഫർദ് നിസ്കാരമായാലും ശരി സുന്നത്തായാലും ശരി, നിസ്കരിക്കാണോ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട്. ലിഖൗലിഹി തആല, ഖുർആനിക വചനമാണ് തെളിവ്. വമിൻ ഹൈസു ഖറജത ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദിൽ ഹറാം. അല്ലാഹ് പറഞ്ഞു, നീ ഏത് വഴിക്ക് പുറപ്പെട്ടാലും ശരി
മസ്ജിദുൽ ഹറാമിന്റെ നേരെ നീ മുഖം തിരിക്കണം. വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്റ, നിങ്ങൾ എവിടെയാണെങ്കിലും അതിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ തിരിക്കണം എന്ന് അല്ലാഹ് പറഞ്ഞു. അപ്പോൾ ഈ ആയത്തോട് വ്യക്തമായി കിട്ടി, ലോകത്തിലെ ഏത് ഭാഗത്ത് നിസ്കരിച്ചാലും മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. ശത്റഹു എന്ന് പറഞ്ഞാൽ വജിഹതഹു, അതിൻ്റെ ഭാഗത്തേക്ക്, അതിന് നേരെ. വഹാദൽ ഹുക്മു മുജ്മഉൻ അലൈഹി, ഈ ഹുക്മ, ഈ വിധി ഇജ്മാ ഉള്ള കാര്യമാണ്. വഅലൈഹി, ഇതുപ്രകാരം ഫമൻ ഇൻഹറഫ അനിൽ ഖിബ്ലത്തി ഇൻഹിറാഫൻ താമ്മൻ അലാ മാ സയതി തഫ്സീലുഹു ലം തസിഹ സ്വലാത്തുഹു. ഖിബ്ലയുടെ ഭാഗത്ത് നിന്ന് ഒരാൾ പൂർണ്ണമായും തെറ്റിക്കൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹിയാവുകയില്ല. അതിലും ഇജ്മാ ഉണ്ട്. അല്പം തെറ്റിയാൽ സ്വഹിയാവുകയില്ലേ, അത് മറ്റു വിഷയം. അതുകൊണ്ടാണ് അലാ മാ സയതി തഫ്സീലുഹു പറഞ്ഞത്, വിശദാംശം വരുന്നുണ്ട്. കഅബ രണ്ട് രൂപത്തിൽ തിരിയാം. ഐനുൽ ഖിബ്ല, ജിഹത്തുൽ ഖിബ്ല എന്ന രണ്ട് ചർച്ചകൾ ഫിഖിൽ കാണാം. ഒന്ന് ഒറിജിനൽ കഅബയുടെ നേരെ തന്നെ തിരിയണമോ, അതല്ല ആ ഡയറക്ഷൻ കിട്ടിയാൽ മതിയോ? നമ്മുടെ നാട്ടിൽ നിന്ന് സാധാരണ പടിഞ്ഞാട്ടിക്ക് തന്നെ നിസ്കരിക്കും. അപ്പം അത് കറക്റ്റ് നേരെ കഅബയ്ക്ക് തന്നെ ആകണം എന്ന് നിർബന്ധമുണ്ടോ? കഅബയുടെ ഏതെങ്കിലും ഭാഗത്തേക്ക് ഒരൽപ്പം കിട്ടിയാൽ തന്നെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു പറയാൻ പറ്റുമോ ഇല്ലേ? അതൊരു ഫിഖിലെ വലിയ മസലയാണ്. ഐനുൽ ഖിബ്ലയും ജിഹത്തുൽ ഖിബ്ലയും. അതാണ് ഇവിടെ പറഞ്ഞത്, പരിപൂർണമായും തെറ്റിയാൽ നിസ്കാരം ശരിയാവൂല. അല്ലാ മാ സയതി തഫ്സീൽ, വിശദാംശങ്ങൾ ശേഷം വരുന്നുണ്ട്. ഐനുൽ ഖിബ്ല വേണോ, ജിഹത്തുൽ ഖിബ്ല വേണോ, അത് തന്നെ കഅബയുടെ അടുത്ത് നിസ്കരിക്കുമ്പോൾ, കഅബ കാണുന്ന സ്ഥലത്ത് നിസ്കരിക്കുമ്പോൾ, കഅബയുടെ നേരെ വരുന്ന നാട്ടിൽ നിസ്കരിക്കുമ്പോൾ, അല്ലാത്ത നാട്ടിൽ നിസ്കരിക്കുമ്പോൾ, അതൊക്കെ ഹുക്മുകൾ മാറി മാറി വരും. ഇപ്പം വിമാനത്തിൽ നിസ്കരിക്കുകയാണ്, അപ്പോൾ അത് മേൽന്നാണ് വരിക. ഒരാൾ ചന്ദ്രനിലേക്ക് പോയി അവിടെ നിസ്കരിക്കുകയാണ്, അതും ചർച്ച ചെയ്യപ്പെടണമല്ലോ. അതേപോലെ കഅബയുടെ തൊട്ടടുത്ത പരിസര പ്രദേശങ്ങൾ അവിടെ നിസ്കരിക്കുന്ന ആളുകൾ, നമ്മളെപ്പോലെ ഒരുപാട് ദൂരത്തുള്ള ആളുകൾ, ഇനി അതിലും ദൂരമുള്ള ആളുകൾ അവിടെയൊക്കെ നിസ്കരിക്കുമ്പോൾ അവിടെയൊക്കെ പരിഗണിക്കാൻ എന്തൊക്കെയാണ്, അതൊക്കെ ശേഷം വരുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ കഅബയിലേക്ക് തിരിയൽ അത് വാജിബാണ്, ഷർത്തായ കാര്യമാണ്. അപ്പം ഏത് നിസ്കാരമാവട്ടെ, ഫർളാവട്ടെ സുന്നത്താവട്ടെ, ഏത് നിസ്കാരത്തിൻ്റെയും അസ്ൽ ഷർത്താണ് ഖിബ്ലയിലേക്ക് തിരിയുക. മൻകാന സയ്യാറത്തിൻ, ഇനിയൊരാൾ കാറിലാണ്, ഔ ഖിത്വാരിൻ ഔ ബാഖിറ ഔ ത്വാഇറ, ട്രെയിനിലോ എയറോപ്ലെയിനിലോ റോക്കറ്റിലോ ഒക്കെ, അങ്ങനെ ആധുനികമായ ഏത് വാഹനത്തിലാണെങ്കിലും ശരി, വക്കാന സയഖ്റുജു വഖ്തു സ്വലാത്തിൽ മഫ്റൂള ഖബ്ല തവഖുഫിഹ, അത് നിൽക്കുന്നതിന് മുമ്പ് ഈ നിസ്കാരത്തെ സമയം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ഇറങ്ങിയിട്ട് നിസ്കരിക്കാം എന്ന് വിചാരിക്കാൻ കഴിയില്ല. ഫ്ലൈറ്റിലാണ്, ആ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴേക്ക് ഇപ്പോൾ സുബിയാണ്, അത് സമയമൊക്കെ കഴിഞ്ഞു പോകും. അത് ട്രെയിനിലാണ്, ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ സമയമില്ല എങ്കിൽ വലാ യുംകിനുഹു ഈഖാഫു സയ്യാറത്തി വനഹബിഹ, ആ വാഹനം നിർത്താനോട്ട് പറ്റൂല. ഓൻ്റെ കാറാണെങ്കിലോ ഒരു മണി നിർത്തി സൈഡാക്കി ഇറങ്ങി നിസ്കരിച്ച് പോകാൻ പറ്റും. ഇത് അതൊന്നും പറ്റില്ല, ഒരു പൊതു വാഹനമാണ്, ഓണർഷത്തിൽ നിർത്തി കൊടുക്കാനൊന്നും സാഹചര്യമില്ല എങ്കിൽ യൽസമുഹു അദാഉ ഹാദിഹി സ്വലാ, ഈ നിസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ്. ഹാല സൈരിഹ, അത് സഞ്ചരിക്കുന്ന സമയത്ത് തന്നെ അവൻ നിസ്കരിക്കണം. കഴിയുമെങ്കിൽ, അതല്ല ഇറങ്ങി നിസ്കരിക്കാൻ പറ്റുമെങ്കിലോ ഇറങ്ങി നിസ്കരിക്കാൻ. ചില ആൾക്ക് ധാരണയുണ്ട്, ഫ്ലൈറ്റിൽ കയറിയാൽ പിന്നെ ഖിബ്ല നോക്കണ്ട, പിന്നെ നിൽക്കും വേണ്ട, ഒന്നും വേണ്ട, ട്രെയിനിൽ കയറിയാൽ നേരെ സീറ്റ് നിസ്കരിച്ചാൽ മതി, അങ്ങനെ കാറിലാണ് സീറ്റ് നിസ്കരിച്ചാൽ മതി, അങ്ങനെയൊന്നുമില്ല. എവിടെയാണെങ്കിലും നിൽക്കൽ ഫർളാണ്. അതേപോലെ ഷർത്തൊക്കെ ഷർത്താണ്, ഫർളൊക്കെ ഫർളുമാണ്, അതില്ലാതാകണില്ല. അത് വേറെ നിർവാഹമില്ലാത്തത് മാത്രമാണ് അതിൽ ആനുകൂല്യമുള്ളത്. ട്രെയിനിൽ കയറിയാൽ പിന്നെ നിൽക്കണ്ട, പിന്നെ നിസ്കരിച്ചാൽ മതി എന്നില്ല, പിന്നെ ഖിബ്ല നോക്കേണ്ടതില്ല. അതിന് ആൾക്ക് ധാരണയുണ്ട്, ട്രെയിനിൽ കയറിയൊക്കെ ആ സീറ്റ് നിസ്കരിച്ചു, നിസ്കരിക്കാൻ പാറ വഴിയൊന്നുമില്ലെങ്കിൽ, പക്ഷേ ഖിബ്ല നോക്കണം. അവിടെ ഖിബ്ല നോക്കാൻ നിസ്കരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് മറ്റേ സീറ്റിൽ മാറിയിരുന്നാൽ ഖിബ്ല ഇട്ടും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ട്രെയിന് ഏറ്റവും സുഖമാണ്, തെക്കുന്ന വടക്കൊക്കെ തെക്കോട്ടാ പോവുക. അതുകൊണ്ട് ഒന്ന് തിരിഞ്ഞിരുന്നാൽ തന്നെ ഖിബ്ല കിട്ടാൻ ഒരു പ്രയാസമില്ല. അത് നോക്കിയേ പറ്റൂ. വിമാനത്തിലാണെങ്കിലും അതൊന്നും നോക്കാതെ വിമാനത്തിൽ കയറിയാൽ പിന്നെ ഖിബ്ല വേണ്ട എന്നില്ല, വിമാനത്തിൽ കയറിയാൽ നിന്ന് നിസ്കരിക്കണ്ട എന്നില്ല. നിൽക്കാൻ കഴിയുന്നവർ നിൽക്കുക, അത് ഫർളാണ്. കഴിയാത്തടത്തുള്ളൂ, ഇപ്പം നിൽക്കാൻ കഴിയില്ല. എന്നാൽ വിമാനത്തിൽ നിന്ന് ഇറങ്ങി നിസ്കരിച്ചാൽ സമയം കിട്ടുന്നുണ്ട്, ഇന്നെന്താ വേണ്ടത്? ഇറങ്ങോളം കാത്തിക്കണം. ഇപ്പം നിസ്കരിച്ചാൽ പോയി ഇരുന്ന് നിസ്കരിക്കണം. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് നിസ്കരിച്ചാലോ മര്യാദ നിസ്കരിക്കാൻ പറ്റും, കഥായി പോകില്ല. എന്നാൽ ഇറങ്ങാൻ വെയിറ്റ് ചെയ്യണം, അപ്പോൾ വിമാനത്തിൽ നിസ്കരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇറങ്ങണവരെ കാത്തിക്കാണ് വേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ
ഇത് നിൽക്കുന്നതിന് മുമ്പ് ഈ ഫർള് നിസ്കാരത്തെ സമയം കഴിഞ്ഞു പോകും. ഇവനാവട്ടെ നിർത്താൻ പറ്റാവുന്ന വാഹനമല്ലതാനും എങ്കിൽ മാത്രമാണ് ആ സഞ്ചാരത്തിനിടയിൽ നിസ്കരിക്കൽ വരുന്നത്. വയൽസമഹു, അപ്പോഴും നിർബന്ധമാണ് ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബ്ലക്ക് തിരിയൽ നിർബന്ധമാണ്. എന്നാൽ ഫൈൻ ഇത്തജഹത്തി സയ്യാറത്തു അവി ത്വാഇറത്തു ഇലാ ജിഹത്തിൻ ഉഖ്റാ, എന്നാൽ ഈ കാറോ ഈ ഫ്ലൈറ്റോ ഒക്കെ മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു, വഹുവ യുസല്ലി, അവൻ നിസ്കരിക്കുമ്പോൾ ഖിബ്ലയൊക്കെ നോക്കിയിട്ടാണ് ഇരുന്നത്. ഫ്ലൈറ്റിൽ ഖിബ്ലയൊക്കെ നോക്കി ഡയറക്ഷൻ മനസ്സിലാക്കി അങ്ങനെ കറക്റ്റ് നോക്കിയിട്ട് വന്ന് നിസ്കാരം തുടങ്ങിയപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിമാനം ഇങ്ങനെ അപ്പുറത്തേക്ക് തിരിഞ്ഞു എങ്കിൽ ലസിമഹു അൽ ഇസ്തിദാറത്തു ലിൽ ഖിബ്ല, അവൻ അതിൻ്റെ കൂടെ ഖിബ്ലയ്ക്ക് തിരിയൽ അവൻ നിർബന്ധമാണ് എന്നാണ്. വിമാനം തിരിഞ്ഞാൽ ഓനെ ഖിബ്ല കിട്ടണ വയറ്റിൽ ഓ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം, അല്ലാതെ ഓൻ അങ്ങനെ ഈ ഖിബ്ല നോക്കണ്ട എന്നില്ല. വയൽസമുഹു അയ്ളൻ, അവിടെ നിർബന്ധമാണ് അൻ യഅതിയ ബിജമീഇ ശുറൂത്തി സ്വലാത്തിൽ ഉഖ്റാ, ബാക്കി എല്ലാ ഷർത്തും അതും നിർബന്ധമാണ്. ആരെങ്കിലും പറയും വിമാനത്തിൽ കയറി ഒന്നുണ്ടാക്കണ്ട, അറിയോ അതുണ്ടാവുന്നല്ലോ, ഒന്നുമില്ലാതെ നിസ്കരിക്കാം എന്ന് വരുന്നല്ലോ എന്ന പോലത്തെ എല്ലാ ഷർത്തും അവൻ പാലിക്കണം. വ അർക്കാനിഹ, റുക്നുകളും പാലിക്കണം. വാജിബാത്തിഹ ഫഇൻ തഅദ്ദറ, എന്ന് അതിനൊന്നും കഴിയില്ല അങ്ങനത്തെ ഘട്ടമാണെങ്കിൽ, ഔ ശഖ്ഖ അലൈഹി ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി ഔ ഗൈറുഹു മിന ശുറൂത്തി അവിൽ അർക്കാനിൽ വാജിബാത്തോ റുക്നുകളോ ഷർത്തുകളോ ഒക്കെ ഓന് പ്രയാസമാണ് എങ്കിൽ സഖത്തൻഹു, അപ്പോൾ ഒഴിവാകും. വേറെ ഒരു വഴിയില്ല. ഇപ്പം നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഒരു നിലയ്ക്കും ഖിബ്ലയ്ക്കും തിരിയാൻ പറ്റൂല, അല്ലെങ്കിൽ മറ്റു ഷർത്തുകൾ പാലിക്കാൻ കഴിയില്ല എങ്കിൽ നിസ്കാരം ഒഴിവാക്കണോ വേണ്ടത് അതോ ഇങ്ങനെ നിസ്കരിക്കണോ വേണ്ടത്? അപ്പം അങ്ങനെ നിസ്കരിക്കാം. നിസ്കാരം ഒഴിവാക്കാൻ അവിടെയും വകുപ്പില്ല. വഹാദാ കുല്ലുഹു, ഈ പറഞ്ഞ എല്ലാം മുജ്മഉൻ അലൈഹി, ഇജ്മാ ഉള്ള കാര്യമാകുന്നു. ലിഖൗലിഹി തആല ഫത്തഖുല്ലാഹ മസ്തതഅ്തും, അല്ലാഹ് പറഞ്ഞു കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അപ്പോൾ കഴിയാത്തതാണോ പ്രശ്നമില്ല, ഒരത്രേ കഴിയുള്ളൂ. അപ്പോൾ ട്രെയിനിൽ ആ രണ്ട് സീറ്റിൻ്റെ ഇടയിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റും, അത് നിസ്കരിച്ചാൽ മതി. രണ്ട് സീറ്റിൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ അവിടെ നിസ്കരിക്കാം. സുജൂദ് ചെയ്യാൻ കഴിയില്ല, ആയിക്കോട്ടെ, ആ സമയത്ത് സീറ്റ് ആയിക്കോട്ടെ, നിസ്കരിക്കുന്നു. റുക്കൂഉം ഇഅ്തിദാലൊക്കെ നിന്നുകൊണ്ട് ചെയ്യുന്നു. സുജൂദിന് സമയമാകുമ്പോൾ ആ സീറ്റിലേക്ക് കയറിയിട്ട് സുജൂദ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അടയ്ക്ക് ഇറങ്ങുന്നു, ബാക്കി നിസ്കരിക്കുന്നു. അത് പറ്റും, അങ്ങനെ ചെയ്യാം. അല്ല, ഒരു മുണ്ടാണ് വിരിച്ചാൽ സുജൂദ് ഇറക്കം ചെയ്യാൻ പറ്റും, അവിടെ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മറ്റാളില്ല, ആ സീറ്റിൽ നിന്ന് നമസ്കരിക്കാൻ പറ്റും, ആവാം. എങ്ങനെയാണോ കഴിയുക അത് പരമാവധി പാലിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ട്രെയിനിൽ കയറിയാൽ ഫ്ലൈറ്റിൽ കയറിയാൽ ഖിബ്ല നോക്കണ്ട, പിന്നെ ഷർത്തും ഫർളൊന്നുമില്ല എന്നൊന്നുമുള്ള ഒരു വകുപ്പ് ഇല്ല. അതെ, ചിലപ്പോൾ അടുത്ത ആൾ പറയേണ്ടി വരും ഞാൻ നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ അതിപ്പോൾ മോശമല്ലേ വെച്ചാൽ നിവർത്തില്ല, അതിന് വകുപ്പില്ല, നമുക്കിവിടെ പറയാം. അതെ, നമ്മൾ കഴിയില്ലെങ്കിൽ ഒരു ഇളവുണ്ട്, കഴിയാത്തത്തെ ഇളവുള്ളൂ, അല്ലാതെ മൊത്തത്തിൽ അസ്ലിൽ തന്നെ വേണ്ടതല്ല. അസ്ലിൽ ഇതൊക്കെ വേണം, ഒരു നിവൃത്തിയില്ല. എന്നാൽ പിന്നെ ഇപ്പം ഭയങ്കര തിരക്കാണ് കമ്പാർട്ട്മെൻറ്റിൽ, ഒരു വഴിയില്ല, ആ സീറ്റ് ആ ഇരുന്ന് ഇപ്പോഴും വേണം നിസ്കരിക്കുക, അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പോലും പറ്റാത്ത കോലത്തിലാണ്. എന്നാൽ നിസ്കാരം ഒഴിവാക്കണോ? വേണ്ട, അപ്പോൾ അങ്ങനെ നിസ്കരിക്കുക. ജമ്മാക്കാൻ പറ്റുമോ? ജമ്മാക്കാം. അതൊന്നും പറ്റാത്ത നിസ്കാരമാണോ ചിലപ്പോൾ. ഇപ്പോൾ സുബ്ഹി ജമ്മാക്കാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ അസറാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, വരിപാകുമ്പോഴേക്ക് കഥായി പോകും. അങ്ങനെയൊക്കെ വരുന്നിടത്താണ് ഈ പറഞ്ഞത്. ഇനി യുസ്തസ്നാ മിൻ വുജൂബി ഇസ്തിഖ്ബാലി ഖിബ്ലത്തി ഫി സ്വലാ, നിസ്കാരത്തിൽ ഖിബ്ലയ്ക്ക് പിന്നിടൽ വാജിബാണെന്ന് പറഞ്ഞതിൽ നിന്ന് ഒഴിവാക്കപ്പെടും. അന്നാഫിലത്തു, സുന്നത്ത് നിസ്കാരം, ഹാല റുകൂബി അല ദാബത്തി മിൻ ബഈരിൻ വഹിമാരിൻ വഗൈരിഹിമാ ഫി സഫർ, യാത്രയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കവേ ഒരാൾ സുന്നത്ത് നിസ്കരിക്കുന്നുവെങ്കിൽ ഓനെ ഖിബ്ല വേണ്ടതാണ്. രണ്ട് കാര്യം, ഒന്ന് യാത്രയിലാണ്, രണ്ട് വാഹനപ്പുറത്തുമാണ് എങ്കിൽ അയാൾക്ക് സുന്നത്ത് നിസ്കാരവുമാണെങ്കിൽ അതിൽ ഖിബ്ല നോക്കേണ്ടതില്ല എന്ന് അതിൽ നിന്ന് ഒഴിവുള്ള മസലയാണ്. അസല് എല്ലാത്തിനും ഖിബ്ല വേണം. അതിൽ യാത്രക്കാരന് ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ് യാത്രക്കാരൻ വാഹനപ്പുറത്താണെങ്കിൽ. നടന്ന് യാത്ര പോവാണ്, നടന്ന് അജ്ജുന പോണക്കാരാണല്ലോ, അപ്പോൾ നടന്ന് പോവാണ്, ഞാൻ യാത്രക്കാരനാണല്ലോ, എനിക്ക് ഖിബ്ല നോക്കണ്ട എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നടന്നു പോവില്ലേ, ഓരോ എവിടെയും എങ്ങനെ നിസ്കരിക്കാമല്ലോ.
അപ്പോൾ കിബില നോക്കാൻ പ്രയാസമില്ല. അപ്പം യാത്രക്കാരനുമാണ് വാഹനപ്പുറത്തുമാണെങ്കിൽ ആ സുന്നത്ത് നിസ്കാരത്തിൽ കിബില അവൻ നിർബന്ധമില്ല. ഫയജൂസു അപ്പം ജായിസാവുന്നതിൽ മുസാഫിരി മുസാഫിറിന് അൻ യുസല്ലിയ അയ്യത നാഫിലത്തിൻ ഏത് സുന്നത്ത് നിസ്കരിക്കാം. കൽവിത്തിരി വസ്സുനി റവാത്തിബി വന്നവാഫിലി മുത്തലഖത്തി വഗൈരിഹാ വിത്ർ നിസ്കാരം, റവാത്തിബ് നിസ്കാരങ്ങൾ, മറ്റ് പൊതുവായ സുന്നത്ത് നിസ്കാരങ്ങൾ എല്ലാം നിസ്കരിക്കാം. അലറാഹില അവന് വാഹനപ്പുറത്ത്. ഫയുസല്ലിൽ ജിഹത്തില്ലത്തി ഹുവ മുത്തജിഹുൻ ലഹാ ആ വാഹനം ഏത് ദിശയിലേക്കാണ് തിരിഞ്ഞത് ആ ദിശയിലേക്ക് അവന് നിസ്കരിക്കാം. സവാ അൻ കന മുത്തജിഹൻ ഇതിൽ ഖിബ്ലത്തി ഔ ഇലാ ഗൈരിഹാ അത് ഖിബ്ലയിലേക്കാണെങ്കിലും ശരി അല്ലാത്തതിനേക്കാളും ശരി അവിടെ അങ്ങനെ നിസ്കരിക്കാം. വയൂമിഉ ബിർറുകൂഇ വസ്സുജൂദി റുകൂഉം സുജൂദും അവന് എന്ത് ചെയ്യാം കുനിയാം. ഇതാക്കാൻ യശുഖു അലൈഹി അൽ ഇത്യാനു ബിഹിമ ചെയ്യാൻ പ്രയാസമാണെങ്കിൽ ശരിക്കും സുജൂദ് ചെയ്യാൻ കഴിയില്ല, വേണ്ട അവിടെ കുനിഞ്ഞുകൊണ്ട് അത് ആംഗ്യം കാണിച്ചുകൊണ്ട് അവൻ നിർവഹിക്കട്ടെ. ലിമാ റവൽ ബുഖാരിയു വ മുസ്ലിമുൻ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് അൻ ജാബിരിൻ ഖാൽ ജാബിർ പറഞ്ഞു അർസലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ എന്നെ പറഞ്ഞയച്ചു. വഹുവ മുൻതലിഖുൻ ഇലാ ബനിൽ മുസ്തലിഖ് നബി തങ്ങൾ ബനു മുസ്തലിഖിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബനു മുസ്തലിഖിലേക്ക് പോകുന്ന വഴിയിൽ നബി എന്നൊരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ ഫഅതൈതുഹു ഞാൻ അതുമായി നബിക്ക് വന്നു. ഓഹോ യുസല്ലി അലാ ബഈരിഹി ഞാൻ വന്നപ്പോൾ നബി തങ്ങൾ ഒട്ടകപ്പുറത്ത് നിസ്കാരത്തിലാണ്. അപ്പോഴാണ് ഞാൻ വന്നത്. ഫകല്ലംതുഹു അപ്പം ഞാനിങ്ങനെ നബിയോട് വർത്തമാനം നബി ഒട്ടകപ്പുറത്ത് നിൽക്കുകയാണല്ലോ, ഒട്ടകപ്പുറത്ത് നബി ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ നബിയോട് സംസാരിച്ചു. ഫഖാല ലി ബിയദിഹി ഹക്കദാ അപ്പം നബി എന്നോട് കൈയോണ്ട് ഇങ്ങനെ എന്നോട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു, ഇങ്ങനെ ഒരു ഇഷാറത്ത് നബി കാണിച്ചു. സുമ്മകല്ലംതുഹു ഞാൻ പിന്നെ വർത്തമാനം നബി നിസ്കരിക്കുക എന്നുള്ളത് മനസ്സിലായിട്ടില്ല. നബി ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ സംസാരിച്ചു. ഫഖാല ലി ഹക്ക അപ്പം വീണ്ടും എന്നോട് ഇങ്ങനെ പറഞ്ഞു. വാന അസ്മഹു യഖ്റഉ നബി ഇങ്ങനെ ഓതുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. യൂമിഉ ബിറഅസിഹി തല കൊണ്ട് ഇങ്ങനെ നബി ആംഗ്യം കാണിക്കുന്നുമുണ്ട്. ഫലമ്മാ ഫറഗ അത് കഴിഞ്ഞപ്പോൾ ഖാൽ നബി തങ്ങൾ പറഞ്ഞു മാ ഫഅൽത ഫില്ലദി അർസൽതുക ലഹു അല്ല പറഞ്ഞയച്ച കാര്യം എന്തായി എന്ന് ചോദിച്ചു. നിന്നെ പറഞ്ഞയച്ച കാര്യം എന്ത് ചെയ്തു? ഫഇന്നഹു ലം യംനഅനി അൻ ഉകല്ലിമക ഇല്ലാ അന്നി കുന്തു ഉസല്ലി ഞാൻ സംസാരിക്കാതിരുന്നത് ഞാൻ നിസ്കരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പം നബി തങ്ങൾ തൻ്റെ ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട് നിസ്കരിച്ചു. ആ ഹദീസാണ് നമുക്ക് തെളിവ്. വലിമാ റവൽ ബുഖാരിയു വ മുസ്ലിം അപ്പം ഇതിന് ഖിബില നോക്കിയാന്ന് കിട്ടിയോ? ഇല്ല, അത് പറഞ്ഞിട്ടില്ല. നബി ഒട്ടകപ്പുറത്ത് നിസ്കരിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ മറ്റൊരു ഹദീസ് ലിമാ റവൽ ബുഖാരി മുസ്ലിം അയ്ദൻ അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ ഇബ്നു ഉമർ പറയുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി സഫർ സുബ്ഹതഹു നബി തങ്ങൾ തൻ്റെ യാത്രയിൽ തൻ്റെ നിസ്കാരങ്ങൾ നിർവഹിക്കുമായിരുന്നു. ഹൈസു തവജ്ജഹത് ബിഹി നാഖതുഹു തൻ്റെ ഒട്ടകം ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നബി നിസ്കരിക്കുമായിരുന്നു. അത് വ്യക്തമായി കിട്ടി. അപ്പോൾ ഒട്ടകപ്പുറത്ത് നിസ്കരിക്കാനും കിട്ടി, അവിടെ ഖിബില നോക്കേണ്ടതില്ല എന്നും കിട്ടി. വഫീഹി നസലത് ഈ വിഷയത്തിലാണ് ഖുർആൻ ആയത്തിറങ്ങിയത്. ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ് നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ വജ്ഹുണ്ട് എന്ന ആയത്തിറങ്ങിയത് ഇക്കാര്യത്തിലാകുന്നു. അപ്പോൾ ഖുർആനിൽ തന്നെ തെളിവുണ്ട് അങ്ങനെ ഖിബില നോക്കാൻ നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരങ്ങളും ഉണ്ട്. സുന്നത്ത് ഫർദ് പറ്റില്ല പ്രത്യേകം പറഞ്ഞല്ലോ. വഹാദൽ ഹുക്മു ഈ വിധി മുജ്മഉൻ അലൈഹി ഫിൽ ജുംല ഇത് മൊത്തത്തിൽ ഇജ്മാഉണ്ട്. ഫി സഫർ അല്ലദീ തുഖ്സറു ഫീഹി സ്വലാ നിസ്കാരം ഖസ്റാക്കപ്പെടുന്ന യാത്രയാണോ എങ്കിൽ ഇജ്മാഉണ്ട്. നിസ്കാരം ഖസ്റാക്കാവുന്ന യാത്രയാണെങ്കിൽ ഇജ്മാഉണ്ട്. ഖസ്റാക്കാൻ പറ്റാത്ത യാത്രയാണെങ്കിലോ ഇജ്മാ ഇല്ല, അവിടെ ഖിലാഫുണ്ട്. അപ്പോൾ ചില പണ്ഡിതന്മാരെ പറഞ്ഞു ഖസ്റ് പറ്റുന്ന യാത്രയ്ക്ക് മാത്രമേ ഈ ഇളവുള്ളൂ എന്ന്. ചിലർ പറഞ്ഞു അതല്ല, യാത്രയിലാണോ ഓന ഈ ഇളവുണ്ട്, അത് ഖസ്റാക്കാൻ പറ്റിയ യാത്ര ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഒരു വാഹനപ്പുറത്ത് ടൗണിൽ പോവുകയാണ്, അവിടെയും പറ്റും. ഇത് പ്രകാരം ആ അഭിപ്രായപ്രകാരം സാധാരണ ചെറിയൊരു പോക്കാണെങ്കിലും പറ്റും. എന്നാൽ ഒരു ഭാഗം പറഞ്ഞ് ഖസ്റാക്കാവുന്ന നിസ്കാരമാണോ അതിൽ മാത്രമാണ് ഈ ഇളവുള്ളത്. അപ്പോൾ ഏതായാലും ഖസ്റാക്കാൻ പറ്റുന്ന യാത്രയാണെങ്കിൽ ഇത് പറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല, അത് ഇജ്മാഉള്ള കാര്യമാണ്. ഖസ്റാക്കാൻ പറ്റാത്ത യാത്രയാണെങ്കിലോ പറ്റുമെന്നും പറ്റൂല എന്നും
അഭിപ്രായം പറഞ്ഞവർ ഉണ്ട്. ഈ ഹുക്മ നൽകപ്പെടും ഫി ജവാസി സ്വലാത്തിൻ നാഫിലത്തി അയ റാഹില. വാഹനപ്പുറത്ത് സുന്നത്ത് ആൾക്ക് ഇത് ജായിസാണ് എന്ന കാര്യത്തിൽ ഹുക്മ നൽകപ്പെടും. ഖസറിന്റെ ദൂരം ഇല്ലെങ്കിലും പറ്റും ഫി ഖൗലിൽ ജുംഹൂർ, ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായ പ്രകാരം. ഭൂരിപക്ഷ അഭിപ്രായത്തിൽ ദൂരം പരിഗണിക്കേണ്ടതില്ല. എന്നാൽ ചുരുക്കം ചില പണ്ഡിതന്മാർ പറഞ്ഞു ഖസ്റാക്കാൻ പറ്റിയെടുത്ത് മാത്രമേ ഈ ഇളവുള്ളൂ. അപ്പം ഖസ്റാക്കാൻ പറ്റുന്ന യാത്രയാണോ തർക്കമില്ല, ഖസ്റാക്കാൻ പറ്റാത്ത യാത്രയാണോ ഭൂരിപക്ഷവും പറഞ്ഞു അവിടെയും പറ്റുമെന്ന്. ലിമാ സബഖ ദിക്റുഹു അൻ ഇബ്നു ഉമർ, നേരത്തെ പറഞ്ഞ ഇബ്നു ഉമറിന്റെ ഹദീസ് അതാണ് അതിന് തെളിവായി കാണുന്നത്. ഒറ്റ മസലയും കൂടി വായിക്കാം. അവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞൊരു വകുപ്പുണ്ട്, അവിടെ നിസ്കാരം ആരംഭിക്കുമ്പോൾ ഖിബ്ലക്ക് തിരിയണം എന്നാണ്. ആ സുനിസ്കാരം തുടങ്ങുമ്പോൾ ഖിബ്ലക്ക് തിരിയുമ്പോൾ തുടങ്ങുക, പിന്നെ ആ വാഹനം പോണ വഴിക്ക് പോയിക്കോട്ടെ. ഒരാൾ യാത്ര കിഴക്കോട്ടേക്കാണ്, കഴുതപ്പുറത്തോ ഒട്ടകപ്പുറത്തോ കാറിലോ അങ്ങനെ കിഴക്കോട്ട് പോവാണ്, എന്നാലും നിസ്കാരം ആരംഭിക്കുമ്പോൾ നിർത്തി പടിഞ്ഞാട്ടേക്ക് തിരിഞ്ഞിട്ട് നിസ്കാരം തുടങ്ങുക, എന്നിട്ട് പിന്നെ തിരിച്ചു വണ്ടി പോണ റൂട്ടിലേക്ക് പോവുകയും ചെയ്യാം എന്ന് പറഞ്ഞവരുണ്ട്. എന്നവരാ എൽസമു, നിർബന്ധമില്ല. ഇബ്തിദാഉ ഹാദിഹി നാഫിലത്തിൽ ഖിബ്ല, ഈ സുന്നത്ത് ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആരംഭിക്കൽ നിർബന്ധമില്ല. വഹാദാ ഖൗലുൽ ജുംഹൂർ, അതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. ലിഅന്ന ഹാദാ ഹുവ ളാഹിറു ഫഇലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഫഇലിൻ്റെ പ്രത്യക്ഷം അതാണ്. നബി അങ്ങനെ പ്രത്യേകം ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആരംഭിച്ചു പിന്നെയാണ് തിരിഞ്ഞത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. വമാ റുവിയ ഫീ ദാലിക മർഫൂഅൻ, എന്നാൽ അങ്ങനെ റിവായത്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഇമാം അബൂ ദാവൂദ് മറ്റു ഉദ്ധരിക്കുന്ന ഹദീസ് വന്നിട്ടുണ്ട്, അത് ലാ യസ്ബുതു, അത് സ്ഥിരപ്പെട്ടതല്ല. ഈ ഹദീസ് തന്നെ ഉദ്ധരിച്ചപ്പോൾ അബൂ ദാവൂദിന്റെ റിവായത്തിൽ ഒരു റിപ്പോർട്ടിൽ ഒരു സ്ഥലത്തിലൂടെ വന്നപ്പോൾ ഈ ഭാഗം കൂടി കാണാം, നബി തങ്ങൾ അങ്ങനെ തുടക്കത്തിൽ ഖിബ്ലക്ക് തിരിയുമായിരുന്നു എന്ന് കാണാം. പക്ഷെ അത് ആ റിപ്പോർട്ടിൽ മാത്രം വന്ന ഒരു അധിക ഭാഗമാണ്, മറ്റുള്ളവരെല്ലാം ഉദ്ധരിച്ചപ്പോൾ അത് വന്നിട്ടില്ല, അതുകൊണ്ട് അത് സ്വീകാര്യയോഗ്യമല്ല എന്ന തത്വപ്രകാരം എപ്പോഴാണ് വിരോധമില്ല. അല്ല ആ ഹദീസും കൂടി എടുത്താലോ തുടക്കം ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ട് പിന്നീട് ദിശ പരിഗണിക്കേണ്ടതില്ല. അപ്പോൾ യാത്രക്കാരനാവണം, വാഹനത്തിലാവുകയും വേണം. എന്നുവെച്ചാൽ യാത്രയിലാണ്, ഇടയ്ക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്, ഭക്ഷണം കഴിച്ച അവിടെ അങ്ങനെ ഒരു മുണ്ടിരിച്ച് നിലത്തിസ്കരിക്കാണ്, ആ യാത്രക്കാരല്ലേ ഖിബ്ല നോക്കണ്ട സുന്നത്ത് നിസ്കാരമല്ലേ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വാഹനപ്പുറത്ത് സഞ്ചരിക്കവേ അയാൾ നിസ്കരിക്കുന്നുവെങ്കിലാണ് ഈ ഇളവ് പറഞ്ഞത്. വല്ലാഹു അഅലം. ഇനി ഇതിന് തന്നെ കുറച്ച് വിശദാംശങ്ങളാണ്. ഇത് എല്ലാ വാഹനത്തിനും പറ്റുമോ, അതേപോലെ നടന്നു പോകുന്ന ആൾക്ക് ഇത് ബാധകമാകുമോ തുടങ്ങിയ ചർച്ചകളൊക്കെ ഇതിനെ പൂർത്തീകരണമെന്നോണം വരുന്നുണ്ട്. ഇനി അതേപോലെ ഖിബ്ല നിർബന്ധമില്ലാത്ത മറ്റു പല അവസരങ്ങളുമുണ്ടോ? ഇപ്പോൾ രോഗി, അതേപോലെ പ്രായമായ ഒരാൾ ഖിബ്ലക്ക് തിരിയാൻ നോക്കി കഴിയുന്നില്ല, തിരിച്ചു കൊടുക്കാൻ ആളുമില്ല, അങ്ങനത്തെ ഘട്ടത്തിൽ നിസ്കരിക്കേണ്ടി വരുമ്പോൾ അയാൾക്ക് ഇളവുണ്ടോ എന്നൊക്കെ ശേഷമുള്ള മസ്അലകൾ വരും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം. ഏതായാലും കേട്ടതിലുപരി പറഞ്ഞതിലുപരി ജീവിതത്തെ അമലാക്കി മാറ്റാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.